ഹലോ, എല്ലാവരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ബിയോണ്ട് ബൗണ്ടറീസ് ആൻഡ് ഇന്റർ കണക്റ്റഡ് വേൾഡ്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ ഇന്നത്തെ ഈ ഭൂമിയുടെ ഏറ്റവും ആദ്യത്തെ ദിശയിലുള്ള സ്റ്റേറ്റ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പാൻജിയ എന്നൊരു വാക്കുണ്ട്. പാൻജിയ എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ സൂപ്പർ കോണ്ടിനെന്റ്. അത് ഏകദേശം 335 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമി ഇന്ന് നമ്മൾ കാണുന്ന പോലെ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇംഗ്ലീഷിലെ സി അക്ഷരത്തിന്റെ ആകൃതിയിലുള്ള വലിയ ഒരു സിംഗിൾ സൂപ്പർ കോണ്ടിനെന്റ് ആയിരുന്നു. ആ സൂപ്പർ കോണ്ടിനെന്റിനെ ചുറ്റിയിട്ട് വലിയൊരു മഹാസമുദ്രം ഉണ്ടായിരുന്നു. പന്തലാസ എന്നാണ് ആ മഹാസമുദ്രത്തിന്റെ പേര്. പക്ഷെ ഇന്ന് ആ സൂപ്പർ കോണ്ടിനെന്റ് ഇല്ല. നമുക്ക് അതിന് പകരം എത്ര 7 വലിപ്പം അനുസരിച്ച് പറയുകയാണെങ്കിൽ ആഫ്രിക്ക, ഏഷ്യ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, പിന്നെ യൂറോപ്പ്, ഓസ്ട്രേലിയ, അങ്ങനെ പോകുന്ന ആ ഒരു 7 കോണ്ടിനെന്റ്. ആ 7 കോണ്ടിനെ കുറിച്ച് ബൗണ്ടറീസ് ഉണ്ട്, വെരി ഫോർമിഡബിൾ ബൗണ്ടറീസ്. ആ ബൗണ്ടറീസ് കടക്കാനായിട്ട് ആരും തന്നെ ശ്രമിക്കാൻ പണ്ട് ഇപ്പൊ അങ്ങനെയല്ല. പണ്ട് ആ ബൗണ്ടറീസ് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ഹെർക്യൂലിയൻ ടാസ്ക്. ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ ചില ജീവികൾ അവരുടെ ഒരു ഇന്റേണൽ ഏർജ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഇന്റേണൽ എന്താ പറയാ, ഉള്ളിലുള്ള ഒരു എന്തോ ഒരു ശക്തി, ഇറ്റ് ഫോഴ്സസ് ദം ടു ലീവ് ദെയർ ഒറിജിനൽ ഹാബിറ്റാറ്റ് ആൻഡ് മൂവ് ടുവേർഡ്സ് അതർ പാർട്സ്. അത് പല കാരണങ്ങളാവാം. ഭക്ഷണം തേടിയിട്ടാവാം, ഫാമിൻ കൊണ്ടാവാം, അല്ലെങ്കിൽ ഓവർ പോപ്പുലേഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ ബ്രീഡിംഗ് പേർപ്പസിന് വേണ്ടിയിട്ടാവാം. അതുകൊണ്ട് അവരിങ്ങനെ ദേശാടനം ചെയ്യുകയാണ്. അപ്പോ ഈ ദേശാടനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഒരുപാട് നാളായി തുടങ്ങിയതാ. ഞാൻ പെട്ടെന്ന് ഓർത്തു പോകുന്നത് നമ്മുടെ മനുഷ്യന്റെ കാര്യമാണ്. നിങ്ങൾക്കറിയാലോ, മനുഷ്യന്റെ ഉൽപ്പത്തി എവിടുന്നാ? ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ഈസ്റ്റ് ആഫ്രിക്കയാണ് ആ സെന്റർ പോയിന്റ് ഓഫ് എവല്യൂഷൻ. പക്ഷെ അവിടെ ജനിച്ച ആ ഒറിജിനൽ ആസ്ട്രേലിയോപിത്തക്കസ് എന്ന് പറയുന്ന ആ ഒരു പൂർവ മനുഷ്യൻ പിന്നെ പരിണാമം ചെയ്ത് ഹോമിനിസായി, ഹോമോ ആയി. അത് കഴിഞ്ഞിട്ട് അവരിപ്പോ എത്തിപ്പെടാത്ത ഒരു ദേശവും ഇല്ല നമ്മുടെ ഈ ഭൂലോകത്ത്. അതൊരു വലിയൊരു പ്രതിഭാസമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ ഈ ആഫ്രിക്ക അന്നത്തെ കാലത്ത് വിമാനം പോയിട്ട് ഒരു ചെറിയൊരു ബോട്ട് പോലും ഇല്ല. അതെല്ലാം ക്രൂസ് ചെയ്ത് ഇപ്പൊ ഈ ലോകത്തിന്റെ എല്ലാ കരകളിലും ഹ്യൂമൻ ബീങ്സ് എത്തിയിരിക്കുക. അതെന്താ? അതൊരു വലിയൊരു പ്രതിഭാസമല്ലേ, ഒരു ദേശാടനമല്ലേ? അപ്പോ ഇങ്ങനെ പോകുന്ന ഈ ദേശാടനത്തിന് ഒരുപാട് ആനിമൽസ് ഉണ്ട്, ഇൻസെക്ട്സ് ഉണ്ട്, പിന്നെ ക്രസ്റ്റേഷ്യൻസ് ഉണ്ട്, മാമൽസ് ഒരുപാടുണ്ട്, അക്വാട്ടിക് ആനിമൽസ് വേറെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ സെരംഗെറ്റി നാഷണൽ പാർക്കിന്റെ കാര്യം കേട്ടിട്ടുണ്ടാവും. അവിടെ ചിലപ്പോ ചില പ്രത്യേക സീസണിൽ വിൽഡ് ബീസ്റ്റ് അല്ലെങ്കിൽ സീബ്ര അല്ലെങ്കിൽ ഗസൽ, ഇതെല്ലാം ഒരു സർക്കുലർ മോഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട് അവർക്ക് ദേശാടനത്തിന്. ഞാൻ നേരത്തെ പറഞ്ഞ പല കാരണങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ മൊണാർക്ക് ബട്ടർഫ്ലൈയുടെ കാര്യം കേട്ടിട്ടുണ്ടാവും, എത്ര ദൂരം സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ആർട്ടിക് ടേൺ. പക്ഷെ ഇവർക്കൊക്കെ ഈ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ അതെങ്ങനെ കിട്ടുന്നു, അവരെങ്ങനെ അവരുടെ ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കുന്നത്? അപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് തിയറീസ് ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, കാരണം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പറ്റിയ പ്രഗത്ഭരായ 3 വ്യക്തികൾ നമുക്കുണ്ട്. ഡോക്ടർ സുമോദൻ, ഡോക്ടർ ജാഫർ പാലോ, ഡോക്ടർ അശ്വതി. 3 പേരും ഒന്നിനൊന്ന് മെച്ചമാണ്. അപ്പൊ ഓരോരുത്തരെയായിട്ട് നമുക്ക് വിളിക്കാം, അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഞാൻ ആദ്യമായി തന്നെ ഡോക്ടർ സുമോദനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഗുഡ് ഈവനിങ് എവരിബഡി. വൈകുന്നേരമായില്ലേ, 5 മണിയായി. അപ്പോൾ എനിക്കിത് ടൈം കണ്ടപ്പോൾ തന്നെ വളരെ വലിയൊരു അപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 5 മുതൽ 6 വരെയൊക്കെ ആരെങ്കിലും കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാവുമോ? അപ്പോൾ ഞാൻ ജോബി സാറിനെ വിളിച്ച് ചോദിച്ചു, ആരെങ്കിലും അവിടെ കേൾക്കാനുണ്ടാവുമല്ലോ, നമ്മൾ വെറുതെ ഇവിടെ വന്ന് പോകേണ്ടി വരുമോ? അതല്ല, 10 മണി വരെ പരിപാടിയുണ്ട്, എന്തായാലും പിള്ളേരൊക്കെ അവിടെ ഉണ്ടാവും. ഏതായാലും വിചാരിച്ചതിനേക്കാളും കൂടുതൽ ആളെ കാണുന്നുണ്ട്, വളരെ സന്തോഷം. ഞാനിത് കഴിഞ്ഞ വർഷം ഈയൊരു ലിറ്റ് ഫെസ്റ്റിൻ്റെ ആദ്യത്തെ സെഷനിലും ഞാൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ എഡിഷൻ അങ്ങനെയല്ല പറയാം അല്ലേ, ആദ്യത്തെ എഡിഷനിൽ ഞാൻ വന്നിരുന്നു.
അപ്പോൾ രണ്ടാമത്തെ സെഷനിലും രണ്ടാമത്തെ എഡിഷനിലും ഇതിൻ്റെ ഭാരവാഹികൾ എന്നെ വിളിച്ചത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതെല്ലാം പ്രത്യേകിച്ചും സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകമായിട്ട് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നീട് ഇതിൻ്റെ ടോപ്പിക്സ് കണ്ടപ്പോഴാണ് കുറച്ചുകൂടി സന്തോഷം എനിക്ക് തോന്നിയത്. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു തീമുണ്ട് അല്ലേ, എന്താണത്? അതിരുകൾക്കപ്പുറം പാരസ്പര്യത്തിൻ്റെ ലോകം, ഇൻ്റർ കണക്ടിവിറ്റിയാണ്. അപ്പോൾ അത് വെച്ച് ഞാൻ നോക്കുമ്പോൾ ഈ മൊത്തം പ്രോഗ്രാം ഒന്ന് ഞാൻ കണ്ണോടിച്ച് നോക്കി. ഇത് തന്നെ ഈ ഒരു തീമിൽ ബേസ് ചെയ്തിട്ടാണോ ഇവിടുത്തെ എല്ലാ സെഷൻസും ഉള്ളത് നോക്കാനാണ്. അപ്പോൾ ഒരു 3-4 സെഷൻസ് കണ്ടു. ഇതൊരു കുറച്ചൊക്കെ ബന്ധമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന ഏറ്റവും അധികം ബന്ധമുള്ള നമ്മുടെ ഈ സെഷനാണ്. അതുകൊണ്ട് തന്നെ വളരെ ആപ്റ്റായിട്ടുള്ള സെഷൻ തിരഞ്ഞെടുത്ത് ഞാൻ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുകയാണ്. പിന്നീട് ഞാൻ ഒരു ചെറിയൊരു ഉച്ചമയക്കത്തിലായിരുന്നു ജോബി എന്നെ വിളിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേരൊക്കെ എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഞാൻ സംസാരിക്കുക. അപ്പോൾ ഞാൻ ജോബിയോട് ചോദിച്ചു, ഞാൻ സുവോളജിയാണോ സംസാരിക്കേണ്ടത്? കാരണം നമ്മുടെ ഒരു മെയിൻ തീമുണ്ടല്ലോ, അപ്പം അതുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ചെയ്തിട്ടുള്ളതല്ലേ സംസാരിക്കേണ്ടത്. അപ്പം ഞാൻ ആ രീതിയിലായിരിക്കും സംസാരിക്കാൻ. ഞാൻ പ്രത്യേക ഇതരം ജീവിയുടെ മൈഗ്രേഷനെ പറ്റിയൊന്നും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനൊക്കെ നമ്മുടെ പ്രഗത്ഭരായ സുവോളജിസ്റ്റുകൾ ഇവിടെ, ഞാനും സുവോളജിസ്റ്റാണ്, റിട്ടയർ ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ സർവീസിലുള്ളവർ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചോട്ടെ. ഓക്കെ. ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ, ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനൊരു 26 വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷം, 2000-ലാണ്, 21-ാം നൂറ്റാണ്ടിൻ്റെ വാതിൽപ്പടി എന്ന് പറയാം. 2000 എന്ന് പറഞ്ഞാൽ ഞാനന്ന് ഗോവയിലാണ് ആ സമയത്ത്. എൻ്റെ കാര്യമായ ബയോഗ്രഫി ഇവിടെ ആരും സംസാരിച്ച് കണ്ടില്ല. അപ്പോൾ ഏതായാലും ഞാനതൊന്നും പറയാൻ പോകുന്നില്ല. ഒരുപാട് സ്ഥലത്തൊക്കെ പോയി വന്ന് തിരിച്ച് മടപ്പള്ളി എത്തിയ ആളാണ്. ഗോവയിൽ 10 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത്യാവശ്യം കവിതയുടെ അസുഖമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ അവിടെ ഉള്ള സമയത്ത് കേരളത്തിലല്ലാത്തത് കൊണ്ട് തന്നെ ഇംഗ്ലീഷിലാണ് കവിത എഴുതാറുള്ളത്. അപ്പോൾ അവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള നവ്യൻ ടൈംസ് എന്ന് പറയുന്ന, അതാണ് ഏറ്റവും പഴയ, ഏറ്റവും സർക്കുലേഷനുള്ള അവിടുത്തെ ഡെയിലിയാണ്, ന്യൂസ് പേപ്പറാണ് നവ്യൻ ടൈംസ്. അവർക്ക് ജസ്റ്റ് എന്നും പറഞ്ഞൊരു വീക്കിലി എഡിഷൻ ഉണ്ട്. അപ്പം അതിൽ 2-3 കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ അതാണ്, ഈ ഒരു ടോപ്പിക് ഇനിയാണല്ലോ ഞാനും എഴുതിയത്, ആ ഒരു അതിരുകളെ പറ്റിയുള്ളൊരു കവിത. ആ കവിതയെന്ന് ഞാൻ ചൊല്ലാൻ പോകുന്നില്ല കേട്ടോ. അതിൻ്റെ വളരെ എന്താ പറയേണ്ടത്, അതിൻ്റെ ജിസ്റ്റ് മാത്രം പറയാം, അത് എന്താണ് അതിൻ്റെ ആശയം എന്ന് മാത്രം പറയാം. കാരണം അത് നമ്മുടെ ഈ ഒരു വിഷയവുമായിട്ട് നല്ല ബന്ധമുണ്ട്, അതുകൊണ്ടാണ് അത് പറയാൻ കാരണം. അപ്പോൾ ആ കവിതയുടെ പേര് ഓൺ ദ ലൈൻ ഓഫ് കൺട്രോൾ എന്നാണ്. ഓൺ ദ ലൈൻ ഓഫ് കൺട്രോൾ. ഏതാണ് ഈ ലൈൻ ഓഫ് കൺട്രോൾ? ആർക്കെങ്കിലും അറിയാമോ? സുവോളജിക്കാരാണെങ്കിലും അത്യാവശ്യം പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ട് കാണും. ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കാശ്മീരിലുള്ള ലൈനാണ് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ. അത് ഇന്ത്യക്കാർ നമ്മുടേതെന്ന് പറയുന്ന കാശ്മീരിനും പാകിസ്ഥാൻകാർ അവരുടെ അതാണെന്ന് പറയുന്ന കാശ്മീരിനും ഇടയ്ക്കുള്ള താൽക്കാലികമായിട്ടുള്ള ടെമ്പററി ലൈൻ, അതാണ് ഈ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞത്. അത് നിലവിൽ വന്നത് 1972-ലാണ്. ഇൻഡോ പാക് യുദ്ധമുണ്ടായിരുന്നു 1971 ആ സമയത്ത്. 71-ലാണ് അത് യുദ്ധം കഴിഞ്ഞത്. അതോടെയാണ് ബംഗ്ലാദേശൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ സിംല എഗ്രിമെൻറ്റ് എന്ന എഗ്രിമെൻറ്റോട് കൂടിയാണ് ആ ഒരു യുദ്ധം അവസാനിച്ചത്. ആ സമയത്താണ് ഈ ലൈൻ ഓഫ് കൺട്രോൾ വരുന്നത്. അതിനു മുമ്പായി ലൈൻ ഉണ്ടായിരുന്നു. 1947-48 സമയത്ത് ഒരു ലൈൻ ഉണ്ടായിരുന്നു. അന്നും ഒരു യുദ്ധം ഉണ്ടായിരുന്നു. 47-48 കാലത്തൊരു യുദ്ധമുണ്ടായിരുന്നു. ആ യുദ്ധം കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയ ലൈനാണ്. അതിനെ ലൈൻ ഓഫ് സീസ് ഫയർ എന്നായിരുന്നു പേര്. പിന്നീട് അത് ലൈൻ ഓഫ് കൺട്രോൾ ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ ലൈൻ ഓഫ് കൺട്രോൾ നടക്കുന്ന സാങ്കല്പികമായിട്ടുള്ളൊരു കാര്യമാണ് ഈ കവിതയിലുള്ളത്. അപ്പോൾ കവിത എങ്ങനെയാണ്, അതിൻ്റെ ആശയം എങ്ങനെയാണ്? അപ്പോൾ ഈ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് മുള്ളുവേലികളുണ്ട്. ആ മുള്ളുവേലികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് തരംതിരിച്ചിട്ടുള്ളത്. 2 ഭാഗത്തും പട്ടാളക്കാരുണ്ടാവും, അവരുടെ കയ്യിൽ തോക്കുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ അപ്പുറത്തു നിന്നും, പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും പേരറിയാത്ത ഒരു വള്ളിച്ചെടി, ചെറിയൊരു വള്ളിച്ചെടിയാണ്. അത് പതുക്കെ അതിൻ്റെ തല ഉയർത്തി ഇക്കരയ്ക്ക് നോക്കും, ഇപ്പുറത്തേക്ക് നോക്കും, ഇന്ത്യയിലേക്ക്. പിന്നെ അത് പതുക്കെ വളർന്ന് വന്ന് ആ ഒരു കമ്പി വേലിക്കിടയിലൂടെ പതുക്കെ ഇന്ത്യൻ ഭാഗത്തേക്ക് വന്നു. ഇന്ത്യ എന്നും ഞാൻ കവിതയിൽ എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു മാത്രം. ഇക്കര വരുന്നു, ഈ ഭാഗത്തേക്ക് വരുന്നു. പിന്നീട് പതുക്കെ അതിലൊരു പൂ വിരിയുകയാണ്, ഒരു വെളുത്തൊരു പൂ. വെളുപ്പ് എന്ന് പറഞ്ഞാൽ വൈറ്റസ്റ്റ് ഇൻ ദ വേൾഡ്. ആ രീതിയിലാണ് ഞാൻ എഴുതുന്നത്. അത്രയും വെളുത്തൊരു പൂവാണ്, സമാധാനത്തിൻ്റെ നിറമാണ്.
വെളുപ്പ്. അങ്ങനെയാണ് ആ ഒരു സിംബോളിക്കായിട്ടാണ് ആ ഒരു വെളുത്ത പൂവാക്കിയത്. അപ്പോൾ വെളുത്ത പൂവിങ്ങനെ വിടർന്നപ്പോൾ കുറച്ചകലെ നിന്നും ഇന്ത്യൻ ഭാഗത്തു നിന്നും ആ ഒരു മഞ്ഞണിഞ്ഞ മാമലകൾക്കിടയിൽ നിന്നും മനോഹരമായ നല്ല വെളുത്ത നിറമുള്ള ഒരു ചിത്രശലഭം അത് പറന്ന് വരും. ഈ പൂവിനെ സ്വീകരിക്കാൻ വരികയാണ്. ഇപ്പോൾ പൂവിൻ്റെ അടുത്ത് വന്ന് വളരെ പതുക്കെ ചെറിയ ശബ്ദത്തിൽ പറയും, ആരും കേൾക്കാത്ത സബ് ഹ്യൂമൻ വോയിസിലാണ് സംസാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുന്ദരിയായ അയൽക്കാരി, നിനക്ക് സ്വാഗതം. നീ സന്തോഷം കൊണ്ട് ചിരിച്ചുകൊണ്ടേയിരിക്കും, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നീ ആവേശത്താൽ ഉറക്കെ പാടരുത്. അതേപോലെ തന്നെ വലിയ ശബ്ദമുണ്ടാക്കരുത് ആവേശത്താൽ. എന്താണ് കാരണം? കാരണം നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഇരിക്കുന്നത് ഒരു പർവ്വത കന്യകയുടെ സ്വപ്നത്തിലാണ് നമ്മളുള്ളത്. അവൾ ഉണർന്നോട്ടെ, അല്ല അവൾ ഉണരാതിരിക്കട്ടെ, അവൾ ഉറങ്ങിക്കോട്ടെ, അതുകൊണ്ട് ശബ്ദമുണ്ടാക്കരുത്. ഇതാണ് ആ കവിതയുടെ ആ ഒരു ആശയം. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ആ ഒരു സംഘർഷത്തെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ വളരെ പതുക്കെയാണ് നമ്മുടെ പണ്ട് ജയേന്ദ്രൻ പാടിയതുപോലെ, ഒന്നിനി ശ്രുതി മീട്ടി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എണ്ണോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ആ പാട്ട് ഞാൻ പിന്നെയാണ് കേട്ടത് കേട്ടോ. അന്ന് ആ കവിത എഴുതുന്ന ആ പാട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പം അത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് ആ പാട്ടാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അതിരുകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ അതിരുകളൊക്കെ ഉണ്ടാക്കിയത് മനുഷ്യരാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ലൈനുകളുണ്ട് ഇങ്ങനെ. അപ്പോൾ ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ട്, അതാണ് ഇപ്പോൾ പറഞ്ഞ ലൈൻ ഓഫ് കൺട്രോൾ, ഇന്ത്യക്കും പാകിസ്ഥാനോടൊക്കെ ഉള്ളത്. ആക്ച്വൽ ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ട്, അത് ഇന്ത്യക്കും ചൈനക്കൊടക്കുള്ളതാണ്. അതേപോലെ തന്നെ റാറ്റ്ക്ലിഫ് ലൈനുണ്ട്, മക്മാഹൻ ലൈനുണ്ട്, ഇന്ത്യക്കും ചൈനക്കൊടക്കുള്ളത്. അങ്ങനെ ഒരുപാട് ലൈനുകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വരകൾ വരച്ചു വെച്ചിരിക്കുകയാണ് മനുഷ്യർ. അല്ലെ, മനുഷ്യരുണ്ടാക്കിയതാണ്, വേറെ ആരും ഉണ്ടാക്കിയ വരകളല്ല. അപ്പോൾ നേരത്തെ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ ഓൾറെഡി അൽഫോൺസ് ടീച്ചറും പറഞ്ഞു കഴിഞ്ഞു. പണ്ട് ഇങ്ങനെയൊന്നും അതിരുകൾ പോയിട്ട് രാജ്യങ്ങൾ പോലും ഇല്ലായിരുന്നു. ഭൂഖണ്ഡം തന്നെ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? നേരത്തെ പറഞ്ഞ പാൻജിയ ഉണ്ടായിരുന്നു. അത് പറ്റിയ ടീച്ചർ പറഞ്ഞത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ ഒരു രാജ്യം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യത്തെ രാജ്യം ലോകത്തിലുണ്ടാകുന്നത്. മെസപ്പൊട്ടോമിയ ആണ്, യൂഫ്രട്ടീസിനും ടൈഗ്രീസിനും ഇടയ്ക്കുള്ള ഒരു രാജ്യം, അതാണ് മെസപ്പൊട്ടോമിയ. അതായിരുന്നു ആദ്യത്തെ രാജ്യമെന്നാണ് പറയുന്നത്. പിന്നീട് അത് ഈജിപ്ത് വന്നു, നമ്മുടെ സിന്ധു നദ സംസ്കാരം വന്നു. ഇതൊക്കെ സിറ്റി സ്റ്റേറ്റ്സ് ആയിരുന്നു. ഇതുപോലുള്ള വലിയ വലിയ അതിരുകളൊന്നും ഇല്ലാത്ത പിന്നെ രാജ്യങ്ങളായിരുന്നു അതൊക്കെ. അപ്പോൾ ഈ മോഡേൺ അർത്ഥത്തിൽ, പുതിയ അർത്ഥത്തിൽ മോഡേൺ ടൈപ്പ് ഓഫ് കൺട്രീസ് വരുന്നത് AD അല്ലെങ്കിൽ CE 301 അതിൻ്റെ പേരാണ് സാൻ മെറീന എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യം. അതാണ് ആദ്യമായിട്ട് രാജ്യം ഉണ്ടാകുന്നത്. ഇറ്റലിയിലാണത്, ഇപ്പോഴും ഉള്ളത് സാൻ മെറീന, ഓൾഡസ്റ്റ് കൺട്രിയാണ് ഇൻ ദ വേൾഡ്. ഓക്കെ, അതിനുശേഷമാണ് പല യൂറോപ്യൻ രാജ്യങ്ങൾ വരുന്നു. പിന്നീട് 15, 16, 17 നൂറ്റാണ്ടുകളിലൊക്കെ യൂറോപ്യന്മാർ ലോകം മുഴുവൻ സഞ്ചരിച്ച് വെട്ടിപ്പിടിക്കുന്നു, കോളനികൾ വരുന്നു. അങ്ങനെ കോളനികൾ വന്നതിന് ശേഷമാണ് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ വരുന്നത്. അതാണ് ഇന്ത്യ എന്നൊരു രാജ്യമൊന്നും ഉണ്ടായിരുന്നില്ല, അതൊരു സങ്കല്പത്തിലുള്ള രാജ്യമായിരുന്നു ഇന്ത്യ. അതൊരു ഫീലിംഗ് എന്നേ പറയാൻ പറ്റും. അല്ലാണ്ട് ഒരു ശരിക്കുള്ള ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യങ്ങൾ നമുക്കറിയാം. ഇവിടെ കോഴിക്കോട് രാജ്യമായിരുന്നു, അല്ലേ? സാമൂതിരിയുടെ രാജ്യമായിരുന്നു, തിരുവിതാംകൂർ ഉണ്ടായിരുന്നു, കൊച്ചി ഉണ്ടായിരുന്നു, അങ്ങനെ ചതറിക്കിടക്കുമായിരുന്നു. ഏതായാലും രാജ്യങ്ങൾ ധാരാളം വന്നു. പിന്നീട് ഇടക്കിടക്ക് ഒരുപാട് ലൈനുകൾ വന്നു. രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്തു തുടങ്ങി. അപ്പോൾ അതിരുകളുടെ ഒരു പറയേണ്ട ഒരു ബഹളം തന്നെയായിരുന്നു ലോകം മുഴുവനും ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്താണ് ഇത്തരം ലൈനുകൾക്കുള്ള സമയത്താണ് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ആർട്ടിക് ടേണും മൊണാർക്ക് ബട്ടർഫ്ലൈസും അതുപോലെയുള്ള നമ്മുടെ കേരളത്തിൽ നിന്നും ആഫ്രിക്കയിലേക്ക് പറക്കുന്ന ചില തുമ്പികളുണ്ട്. ചിലപ്പം ജാഫർ സാർ പറയുമായിരിക്കും തുമ്പികളെ പറ്റിയൊക്കെ. എന്താണ് അതിൻ്റെ തുലാത്തുമ്പികൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അത് ആഫ്രിക്കയ്ക്കും കേരളത്തിനും പറക്കുന്ന പിന്നെ തുമ്പികളാണ്. അങ്ങനെ ഒരുപാട് ജീവികൾ അതിരുകളൊന്നും കണക്കാക്കാതെ പറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ KLF നടന്നിരുന്നു കോഴിക്കോട്. നിങ്ങളൊക്കെ സുനിത വില്യംസിനെ ചിലരൊക്കെ പോയി കണ്ടു കാണും.
അപ്പം അന്ന് ആദ്യത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറയുകയുണ്ടായി അവരെ കണ്ട ഭൂമിയെ പറ്റി. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ താഴെ നോക്കുന്ന സമയത്ത് രാജ്യങ്ങളില്ല, ഒരു രാജ്യങ്ങളില്ല, അതിരുകളില്ല. ഭൂമി എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ഗ്രഹം മാത്രമാണ്, അല്ലേ? അതേപോലെ തന്നെ 2024 ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ള നോവലുണ്ട്, ഓർബിറ്റൽസ് എന്ന് അതിൻ്റെ പേര്. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ് കഥ എന്നുള്ളത്. അത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഒരു ദിവസം നടക്കുന്ന കഥയാണ്. അപ്പോൾ അതിൽ ചിയെ എന്ന് പറഞ്ഞൊരു ജപ്പാൻ സ്ത്രീ ആസ്ട്രോനോട്ട് ഭൂമി കാണുന്നൊരു ചിത്രമുണ്ട്. അവരും അങ്ങനെ തന്നെ ഈ ഒരു സുനിത വില്യംസ് കണ്ടതുപോലെ തന്നെയുള്ള ഒരു ഭൂമിയാണ് അവരും കണ്ടത്. ഒരു നീല നിറത്തിലുള്ളൊരു ഗോളം, അതിന് അതിരുകളില്ല. പക്ഷെ നമ്മളെ മനുഷ്യർക്ക് ബഹിരാകാശത്തിൽ എത്തേണ്ടി വന്നു ഇതൊക്കെ അറിയാൻ വേണ്ടി. എന്താണ് താഴെ നമുക്ക് അതിരുകളൊന്നുമില്ല, ഭൂമി മുഴുവൻ ഒറ്റക്കെട്ടാണ്, ഒരൊറ്റ രാജ്യമാണെന്നോ അല്ലെങ്കിൽ ഒരു ഗ്രഹമാണെന്നോ അല്ലെങ്കിൽ ഒരു വീടാണെന്നോ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ വേണ്ടി ബഹിരാകാശത്തിൽ പോകേണ്ടി വന്നു. പക്ഷെ പക്ഷികൾക്കും അതേപോലെ തന്നെ പൂമ്പാറ്റകൾക്കും തുമ്പികൾക്കും മത്സ്യങ്ങൾക്കും ഇതൊന്നും അത് വേണ്ടി വന്നില്ല, അവർക്ക് നേരത്തെ തന്നെ അറിയാം. അപ്പോൾ ഒരു മൈഗ്രേഷൻ്റെ ആ ഒരു ദേശാടനത്തിൻ്റെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ആ ഒരു ആസ്പെക്റ്റാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ സമയം കിട്ടുകയാണെങ്കിൽ പിന്നീട് കൂടുതൽ സംസാരിക്കാം. ഞാൻ തൽക്കാലം നിർത്തുന്നു. അടുത്ത ആളിലേക്ക് പോവാം. വളരെ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സുമോദന ഇവിടെ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സെഷൻ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ചോദിച്ചു തീർക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാം. Come on please. ഇല്ലെങ്കിൽ നമ്മൾ കാരണം ടൈം ഈസ് പ്രീഷ്യസ്. അപ്പം അടുത്ത സെഷനിലേക്ക് അവസാനം ചോദിച്ചോട്ടെ അല്ലേ? അങ്ങനെ മതിയോ? ഓക്കെ, വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്പീക്കർ. ഡോക്ടർ ജാഫർ പാലോട്, സുവോളജിക്കൽ സർവേയിലെ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തെ എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ ശ്രമിക്കാം നമുക്ക്. ജാഫർ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ സ്ട്രൈറ്റ് അവേ നേരെ ആനിമൽസിലേക്ക് വരാം. കാരണം സുവോളജിസ്റ്റ് ആയതുകൊണ്ട് നേരിട്ട് ആനിമൽ മൈഗ്രേഷനെ കുറിച്ച് തന്നെ പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ തുടക്കം ഇടുന്നത് ഞാൻ തുമ്പികളിലാണ്, തുമ്പികളിലെ മൈഗ്രേഷനെ കുറിച്ച് പറയാം. അപ്പോൾ സുമോദൻ സാറ് പറഞ്ഞു, ഇപ്പോൾ തുമ്പികളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ തുമ്പികളിൽ നമുക്ക് ഈ ഒക്ടോബർ മാസം, നമ്മുടെ ഒക്ടോബർ മാസമാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലേ, തുലാവർഷം വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നിറയെ കാണുന്ന തുമ്പികൾ നമുക്കറിയാം. ഇഷ്ടം പോലെ തുമ്പി, എവിടെ നോക്കിയാലും തുമ്പികളാണ്. ചിലപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്തപ്പം ലക്ഷങ്ങളായാലും കോടികളായിരിക്കും. അപ്പോൾ നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും നിങ്ങളുടെ മുഖത്തൊക്കെ ചിലപ്പോൾ അടിച്ചു പോകും. ആ രീതിയിലാണ്, അത്രയും തുമ്പികളാണ് എവിടെ നോക്കിയാലും. ഈ തുമ്പികൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തുമ്പികളെ കുറിച്ചാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് 2009 ശേഷമാണ് ധാരാളം പഠനങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന സ്പീഷീസ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സ്പീസാണ്. പക്ഷേ മൈഗ്രേറ്ററി സ്പീഷീസ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് വരുന്നത് മുഴുവൻ ആഫ്രിക്കയിൽ നിന്നാണ്. അപ്പോൾ ആഫ്രിക്കയിൽ മാത്രമല്ല, ഇപ്പോൾ റീസെൻറ്റ് സ്റ്റഡീസ് പറയുന്നത് പറഞ്ഞാൽ ഈവൻ ഈ സെയിം പോപ്പുലേഷൻ അമേരിക്കയിലുണ്ട്, ഈവൻ ജപ്പാനിൽ കിട്ടിയുള്ള ഈ പൻറ്റാല ഫ്ലവേഴ്സൻസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം, ഗ്ലോബൽ സ്കിമ്മർ എന്ന് പറയും. പിന്നെ ഈ സ്പീസ് നമ്മൾ തുലാത്തുമ്പി എന്ന വളരെ ആപ്റ്റായിട്ട് നമ്മൾ വിളിച്ചിട്ടുള്ള പേരാണ്. പിന്നെ കേരളത്തിലെ തുമ്പികൾക്ക് അധികം പേരൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഏകദേശം 500ഓളം സ്പീഷീസ് തുമ്പികളുള്ളതിൽ, ഇന്ത്യയിലുള്ളതിൽ ഏകദേശം 150 സ്പീസെങ്കിലും കേരളത്തിലുണ്ട്. ഈ 150 സ്പീഷീസിൽ ആകെ 2-3 സ്പീഷീസിന് മാത്രമാണ് നമുക്ക് തുമ്പികൾക്ക് മലയാളത്തിൽ പേരുണ്ടാകുന്നത്. നമുക്കൊരു കറുപ്പും കുറച്ചൊരു വെളുപ്പമുള്ള ഒരു ചെറിയ സ്പീഷീസ് ഉണ്ട്, അത് നമ്മൾ സ്വാമി തുമ്പി എന്നാണ് പറയുക. എന്നാൽ സ്വാമിമാരന്മാർ കറുത്ത മുണ്ടും ഭസ്മക്കുരിയൊക്കെ തേച്ച് ഉള്ള ഒരാളെന്നുള്ള രീതിയിലാണ് നമ്മൾ സ്വാമി തുമ്പി എന്നുള്ള പേര്, കണ്ണൂർക്കാരാണ് അത് കൂടുതൽ സ്വാമി തുമ്പി എന്നുള്ള പേരിൽ വിളിച്ചിട്ടുള്ളത്. പിന്നെ ഈ തുലാത്തുമ്പി വന്നിട്ടുള്ളത് ഈ വടകര ഭാഗത്താണ്. വടകര ഭാഗത്ത് നിന്ന് കോയിൻ ചെയ്തിട്ടുള്ളൊരു പേരാണ്. കോഴിക്കോടിന് അഭിമാനിക്കുക, അങ്ങനെ ഒരു പേരിട്ടതല്ലേ. പിന്നെ ഓണത്തുമ്പി, ഈ 3 തുമ്പി മാത്രമാണ് ഈ 150 സ്പീഷീസിൽ മലയാളികൾ പേര് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഈ തുലാത്തുമ്പിയാണ് വളരെ ആപ്റ്റായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ സ്റ്റഡീസിൽ പറയുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഇവരെ മോളിക്കുലർ സ്റ്റഡീസ് നടത്തി. ഇപ്പോൾ ഇവരെല്ലാവരും ഈ ജനറ്റിക് പൂളിൽ വരുന്ന സെയിം ആണ്. ഇപ്പോൾ ജപ്പാനിൽ നിന്ന് കളക്ട് ചെയ്ത സ്പെസിമെനും അമേരിക്കയിൽ നിന്ന് കളക്ട് ചെയ്ത സ്പെസിമെനും ഈവൻ ആഫ്രിക്കയിലെ സ്പെസിമെനൊക്കെ സെയിം ആണ്. ദാറ്റ് മീൻസ് സെയിം പോപ്പുലേഷനാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇത്ര കാലം വിചാരിച്ചിരിക്കുന്ന ആഫ്രിക്കയിലേക്ക് മാത്രമാണ്, പക്ഷെ അങ്ങനെയല്ല. ഇന്റർ കോണ്ടിനെൻ്റൽ മൈഗ്രേഷനാണ് ഇത് അമേരിക്കയിലേക്ക് വരെ പോകുന്നതായിട്ടാണ് സംശയിക്കുന്നത് നമ്മൾ. കാരണം ഇത് പറക്കുകയാണെങ്കിൽ നമുക്കറിയാം, ചെറിയൊരു തുമ്പി, ഇത്രയും ചെറിയ തുമ്പി എങ്ങനെയാണ് ആഫ്രിക്കയിലേക്ക് എത്തുന്നുള്ളതാണ്. ഇപ്പോൾ ഇവർ എങ്ങനെ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്റർ മേലോട്ടേക്ക് പോവാണ്, ആകാശത്തിൻ്റെ മേലെ പോവാണ്. അവിടെ വരെ നമുക്ക് ട്രോപ്പിക്കൽ എയർ കറൻസ് ഉണ്ട്. അപ്പോൾ അതിൽ കയറിപ്പറ്റി ഗ്ലൈഡ് ചെയ്യാം.
ഗ്ലൈഡ് ചെയ്തിട്ട് എവിടെയാണ് ന്യൂനമർദ്ദം, നമ്മൾ ലോ ഡിപ്രഷൻ എന്നൊക്കെ പറയും അല്ലേ. ഇപ്പോൾ പോകുന്ന വഴിയിൽ ദുബായിലാണ് ലോ ഡിപ്രഷൻ, അവർ ദുബായിലേക്ക് ഇറങ്ങും. ഇനി മിക്കവാറും നമ്മുടെ തുമ്പികളുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ അവർ മാലദ്വീപിലാണ് പോയി ഇറങ്ങുന്നത്. മാലദ്വീപിൽ പോയി ഇറങ്ങും. മാലദ്വീപിലേക്ക് പോകുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ്, ഒരു ദിവസം കൂടി വേണ്ട, അര ദിവസം കൊണ്ട് അവർ മാലദ്വീപിലേക്ക് എത്തും. പിന്നെ അവിടെ നിന്ന് പിന്നെ സെഷൽലെസ് ഐലൻഡിലേക്ക് പോകണം, അവിടെ 2500 കിലോമീറ്റർ എന്ന് വേണം. പിന്നെ അവിടെ ഇറങ്ങണം, അവിടെ ആകാശത്ത് പോയി ആകാശത്ത് നിന്ന് ട്രോപ്പിക്കൽ എയർ കറൻസിൽ പറ്റി അവിടെ നിന്ന് നേരെ പറക്കാം. അപ്പോൾ ഞാൻ വായിച്ചു കേട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഈവൻ ഈ എയർ കറൻസിൽ ചിലപ്പോൾ 2-3 ദിവസം അവർ പറന്നുകൊണ്ടേയിരിക്കും. ഈ പറക്കുന്ന ദിവസം അവർക്ക് ഫുഡ് ആവശ്യമുണ്ടെങ്കിൽ ഈ എയർ കറൻസിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാണാൻ പറ്റും. ചില ഇൻസെക്ട്സ് ഇതുപോലെ പറക്കുന്നുണ്ടാവും. പറക്കുന്ന വെച്ചാൽ പല രാജ്യങ്ങളിലേക്ക് പോകും, നമുക്കറിയില്ല. അപ്പോൾ അവരെ പിടിച്ചു എന്നാണ് പറയുന്നത്. ഇവർക്ക് അതിരുകളില്ലല്ലോ, നമുക്കറിയാമല്ലോ. ഇപ്പോൾ പറഞ്ഞ പോലെ അതിരുകളില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇവർ നേരെ പോയി ഈജിപ്തിൽ പോയി ഇറങ്ങാം, ആഫ്രിക്കയിൽ ഇറങ്ങാം, സൊമാലിയിൽ ഇറങ്ങുന്നു, കെനിയിൽ ഇറങ്ങുന്നു. ഇതൊക്കെ ഇപ്പോൾ ആൾക്കാർ നന്നായി പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് റേഡിയോ ടാക്സ് മാത്രം ഉപയോഗിച്ചിട്ടില്ല, ബാക്കിയുള്ള രീതിയിലേക്ക് ജനറ്റിക് രീതിയിലൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ സെയിം പോപ്പുലേഷനാണ് ലോകത്ത് മുഴുവൻ കറങ്ങി നടക്കുന്നത്. അപ്പോൾ ഇത്രയും ചെറിയൊരു തുമ്പി, നമ്മുടെ നാട്ടിലെ തുമ്പി ഇങ്ങനെ ലോകം മുഴുവൻ കറങ്ങുന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ അതവർ മൺസൂണിനെ ചേസ് ചെയ്യണം. പ്രത്യേകിച്ച് ഒക്ടോബർ മാസം നമ്മൾ തുലാവർഷം വരുമ്പോഴാണ് ഇവർ ഇങ്ങനെ പറന്നു പോകുന്നത്. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തുമ്പികളെ കുറിച്ച് നമുക്ക് അറിയാം. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയത് ബട്ടർഫ്ലൈ മൈഗ്രേഷനാണ്. ബട്ടർഫ്ലൈ മൈഗ്രേഷൻ നമുക്കറിയാം, അമേരിക്കയിലെ മൊണാർക്കാണ്. എല്ലാവരും കേട്ടിട്ടുള്ള കാര്യം മൊണാർക്ക് ബട്ടർഫ്ലൈസിനെ കുറിച്ചാണ്. മൊണാർക്ക് ഏകദേശം പിന്നെ നമ്മൾ കനഡയിൽ ഭയങ്കര തണുപ്പ്, കനഡയിലേക്ക് നമ്മൾ ആൾക്കാർ നന്നായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അല്ലേ, അവിടെ -20 ഡിഗ്രിയൊക്കെയാണ്. സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആയി തുടങ്ങിയാൽ -20. അവിടെയാണ് ഇത്രയും ആൾക്കാർ ഇടിച്ച് കയറി പോകുന്നത് കനഡയിലേക്ക്. അവിടെ പുറത്തിറങ്ങാൻ പറ്റില്ലാത്ത സ്ഥിതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ -20 ഡിഗ്രി ആകുന്ന സമയത്ത് അവിടെ നിന്ന് ഈ മൊണാർക്ക് ബട്ടർഫ്ലൈസ് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ മുഴുവൻ മൈഗ്രേറ്റ് ചെയ്യും. മൈഗ്രേറ്റ് ചെയ്യുന്ന എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ നേരെ മെക്സിക്കോയിലോട്ടൊക്കെ അല്ലെങ്കിൽ കാലിഫോർണിയയിലേക്കാണ്. വെസ്റ്റേൺ പോപ്പുലേഷൻ നേരെ കാലിഫോർണിയയിലേക്ക് പോകും. ഈസ്റ്റേൺ പോപ്പുലേഷൻ നേരെ മെക്സിക്കോയിലെ മലയുടെ മുകളിലുള്ള കുന്നിൻ്റെ മേലെ പോയി ഒയാമൽ ഫോറസ്റ്റിൽ പോയിട്ട് അവിടെ തങ്ങുകയാണ്. അപ്പോൾ അവിടെ നല്ല സമയമായിരിക്കും അവിടെ, പക്ഷെ ഒരു ഹൈബർനേഷനാണ്. അപ്പോൾ ഈ ഒരു സമയം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാകുമ്പോൾ ഈ ബട്ടർഫ്ലൈസ് നേരെ അങ്ങോട്ട് പോയി അവിടെ മൈഗ്രേറ്റ് ചെയ്ത്, അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഇവർ എന്താണ് ഈ ഒരു പോപ്പുലേഷൻ ഇന്ന് സൂപ്പർ ജനറേഷൻ എന്നാണ് പറയുന്നത്. ഈ ഒരു പോപ്പുലേഷൻ ശരിക്കും പറഞ്ഞാൽ 8-9 മാസം വേണമെങ്കിൽ ജീവിക്കാം. അപ്പോൾ ഇവർ പോയി അവിടെ ഹൈബർനേറ്റ് ചെയ്ത് അവിടെ ഉറങ്ങിക്കിടന്ന് എന്നിട്ട് അവിടുത്തെ തണുപ്പൊക്കെ ഇവിടുത്തെ തണുപ്പൊക്കെ പോയിക്കുന്നത് തിരിച്ചതുപോലെ വരികയാണ്. അപ്പോൾ തിരിച്ചു വരുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത് അത് ബ്രീഡ് ചെയ്താണ് വരിക. ചിലപ്പോൾ ഒരു 4-5 ജനറേഷൻ കഴിഞ്ഞിട്ടായിരിക്കും അവർ തിരിച്ച് കനഡയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോഴത്തേക്ക് ഒരു ഫെബ്രുവരി മാർച്ച് ആവും. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരിക്കും. ഇപ്പോൾ ഇങ്ങനെയാണ് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറിയൊരു ബട്ടർഫ്ലൈസ് ഏകദേശം ഒരു 5000 കിലോമീറ്ററൊക്കെയാണ് പറന്നു പോകുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. പക്ഷേ ഇനി വേറെ ഫേമസ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ മൈഗ്രേഷൻ നമ്മൾ പറയുന്നത് പെയിൻറ്റഡ് ലേഡി എന്ന് പറയുന്ന സ്പീഷീസാണ്. പെയിൻറ്റഡ് ലേഡി ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്കാണ് പറക്കുന്നത്. അത് 14,000 കിലോമീറ്ററൊക്കെയാണ് പറക്കുന്നത്. അപ്പോൾ അവർ ഇതുപോലുള്ള അവരെ തിരിച്ചുള്ള മൈഗ്രേഷൻ കണ്ടിട്ടില്ല. ഇപ്പോൾ റഡാറൊക്കെ ഉപയോഗിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായത് അവർ ആകാശത്തിൻ്റെ മേലെ പോയി 1 കിലോമീറ്റർ മേലെ പോയിട്ട് ഈ എയർ കറൻസിലൂടെയാണ് വളരെ ഈസി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഇൻസെക്റ്റിൽ ഇതൊരു ഇത്രയും വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള മൈഗ്രേഷൻ നമ്മുടെ നാട്ടിൽ ഇതുപോലെ പെയിൻറ്റഡ് ലേഡി ഇന്ത്യയിൽ എത്തുന്നുണ്ട്, അവർ US-ലേക്ക് പോകുന്നുണ്ട്, ഇന്ത്യയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കോണ്ടിനെൻ്റ് വ്യത്യാസം ഇല്ലാതെ അതിരുകളില്ലാതെ പറന്ന് കിടക്കുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ നമുക്ക് 1500ഓളം സ്പീഷീസ് ബട്ടർഫ്ലൈസ് ഉണ്ട്. അതിൽ ഏകദേശം 60ഓളം സ്പീഷീസിൽ ദേശാടന സ്വഭാവം കാണിക്കുന്ന ആൾക്കാരാണ്. ഇനി കേരളത്തിലും നമ്മൾ മൊണാർക്കിനെ കുറിച്ച് പഠിക്കാൻ അമേരിക്കയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൊണാർക്ക് ഇക്കോളജിസ്റ്റ് ഉണ്ട്, ബയോളജിസ്റ്റ് ഉണ്ട്, എന്ത് വേണമെങ്കിലും അവിടെ കുറേ പോസ്റ്റ് ഉണ്ട് അതുപോലെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി. അതിന് 60 വർഷമായിട്ട് മൊണാർക്കിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെങ്ങനെ പഠിച്ചു എന്ന് വെച്ചാൽ ആദ്യം പേപ്പർ സ്റ്റിക്കറൊക്കെ വെച്ച് ഒട്ടിച്ചു. അതിനുശേഷം പിന്നെ അവർ റേഡിയോ ടാക്സായി, ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ റേഡിയോ ടാക്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ മൈഗ്രേഷൻ മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ ഏകദേശം 60ഓളം സ്പീഷീസ് ട്രൂ മൈഗ്രൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ ഒന്നിനെ കുറിച്ച് പഠിച്ചിട്ടേ ഇല്ല. നമ്മുടെ കേരളത്തിൽ പോലും നല്ല മൈഗ്രേഷൻ നടക്കുന്ന സമയമുണ്ട്. നമുക്കറിയാം ഇപ്പം ആറളം വന്യജീവി സങ്കേതത്തിൽ നമ്മൾ ലാസ്റ്റ് 25 years ആയിട്ട് ഇപ്രാവശ്യം 26th year ആയിരുന്നു. നമ്മൾ എല്ലാ വർഷവും ജനുവരിയിലും ബട്ടർഫ്ലൈ മൈഗ്രേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സാധാരണക്കാരായ താല്പര്യമുള്ള ആൾക്കാർ വന്ന് അവിടെ ഒത്തുചേരാറുണ്ട്. നമ്മളെല്ലാ ജനുവരി 2nd Saturday സൺഡേയും നമ്മൾ ഒരു മൈഗ്രേഷൻ ക്യാമ്പ് എന്നാണ് പറയുക. അപ്പോൾ അവിടെ പോയി ഇരുന്ന ഒരു ആൽബട്രോസ് ബട്ടർഫ്ലൈ ഉണ്ട്. ഈ ആൽബട്രോസ് ബട്ടർഫ്ലൈ മലയുടെ മേലെ ഇരുന്ന് താഴോട്ടേക്ക് ഇങ്ങനെ ഒഴുകുക മീൻസ് സ്ട്രീമിൻ്റെ ഉള്ളിലേക്ക് കൂടിയാണ് പോവുക. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ 25th year ആയിരുന്നു, സിൽവർ ജൂബിലി ആയിരുന്നു. അന്ന് 1 മിനിറ്റിൽ 12,000 ബട്ടർഫ്ലൈസാണ് താഴോട്ടേക്ക് വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരു ദിവസം നമ്മളൊരു എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ 20 lakhs ഒക്കെ വന്നു. ഇതൊരു അത്ഭുതമല്ലേ? ഒരു ചെറിയ സ്ഥലം എങ്ങനെ കൗണ്ട് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വാൻറ്റേജ് പോയിന്റിൽ ഇരുന്നിട്ട് നമ്മൾ സ്ട്രീമിൻ്റെ കരയിൽ ഓരോ സ്ഥലത്തും ആൾക്കാരെ ഇരുത്തിയിട്ട് സ്റ്റുഡൻസാണ് കൂടുതൽ വരാറുള്ളത്. അവർ ഓരോ പോയിന്റിൽ ഇരുന്നത് കൗണ്ട് ചെയ്യാണ്.
അപ്പോൾ ഈ ഒരു മഹാത്ഭുത ഒരു ഫിനോമിന നമുക്ക് അറിയില്ല ഇങ്ങനെയാണ് ഇത് എവിടെ ഇത് ഏതാണ് ഫാക്ടറി എവിടെയാണ് എവിടെ നിന്നാണ് ഇത്രയധികം ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ. അപ്പം മലയുടെ മേലുള്ള മലമ്പൈ എന്ന് പറഞ്ഞൊരു മരമുണ്ട്, അതിൻ്റെ മേലെയാണ് ഇത് ബ്രീഡ് ചെയ്യുന്നത്. കാരണം ബട്ടർഫ്ലൈസിന് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ട്, ആ പ്ലാന്റിൽ മാത്രമേ ബ്രീഡ് ചെയ്യും. അപ്പോൾ അത് ബ്രീഡ് ചെയ്ത് അവിടെ ഓവർ പോപ്പുലേഷൻ ആകുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല, അവർ നേരെ താഴോട്ടേക്ക് പറന്നു വരും. അല്ലെങ്കിൽ നമുക്ക് അറിയാം എന്തുകൊണ്ടായിരിക്കും അറിയില്ല. കാരണം ഡിസംബർ ജനുവരി മാസം വിൻ്ററാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് ഒരു ഐസ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന അവർ ഇൻസ്റ്റിങ്ക്റ്റിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആയിരിക്കാം വർക്കൗട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ആ ഇൻസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം ആ ഡിസംബർ മാസം അവർ മലയുടെ മേളിൽ നിന്ന് താഴോട്ട് വന്ന് നല്ലൊരു കാലാവസ്ഥയുള്ള സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഇത്രയും വലിയൊരു ബയോളജിക്കൽ ഫിനോമിനൻ നടക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ നമ്മൾ ഇത്രയും കാലം 25 ഇയേഴ്സ് ആയിട്ടുള്ള ആ ചേഞ്ചസ് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് വരുന്നത്, അത് ആ മരത്തിലുള്ള ഫിനോളജി ആയിട്ട് ഭയങ്കര ബന്ധപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം ഈ പ്രാവശ്യം വളരെ കുറവായിരുന്നു. ഇപ്രാവശ്യം മഴ കൂടുതൽ കിട്ടിയതുകൊണ്ട് തന്നെ വളരെ സിങ്ക്രണസ് ആയിട്ടുള്ള ഒരു ഫിനോളജി വർക്കൗട്ട് ചെയ്തിട്ടില്ല പ്ലാന്റ്സിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം മൈഗ്രേഷൻ്റെ ഇൻഫ്ലക്സ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു മൈഗ്രേഷൻ മാത്രമല്ല, കേരളത്തിൽ ധാരാളം മൈഗ്രേഷൻ ഉണ്ട്. മിക്സഡ് ഡെനൈൻ മൈഗ്രേഷൻ എന്ന് പറയുന്ന ബ്ലൂ ടൈഗർ, കോമൺ ക്രോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ കാണുന്ന വളരെ കോമൺ ആയിട്ട് കാണുന്ന ബട്ടർഫ്ലൈസ് ഇതുപോലെ മൺസൂൺ സമയത്ത് കാട്ടിൽ നിന്ന് താഴോട്ടേക്ക് പറന്നു പോകും. കാട്ടിൽ മീൻസ് വെസ്റ്റേൺ ഘട്ടത്തിൽ നിന്ന് താഴോട്ടേക്ക് വരും. മഴ കഴിഞ്ഞ ഉടൻ തന്നെ എഗെയിൻ ഒക്ടോബർ മാസമാകുമ്പോൾ തിരിച്ച് ഇവരൊക്കെ മലമുകളിലേക്ക് തിരിച്ച് മൈഗ്രേറ്റ് ചെയ്യും. അതിപ്പോൾ ഇന്നലെ ഒരാൾ എന്നെ നെല്ലിയാമ്പതി വിളിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഇതിനൊക്കെ എങ്ങനെ മൈഗ്രേഷൻ പഠിക്കുമെന്ന് ചോദിച്ചാൽ അത് സിറ്റിസൺ സയൻസിൻ്റെ ആണ്. നമ്മൾ ഇതുപോലെ കുട്ടികളിൽ താല്പര്യമുള്ള ആൾക്കാരൊക്കെ പല ഭാഗത്തും ഇതിനെക്കുറിച്ച് ഫോണിലൂടെ പറയും. വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഇന്ത്യയിലെ മൈഗ്രേഷനെ കുറിച്ചൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും സയൻസിന് ധാരാളം ഇങ്ങനെയുള്ള അറിവുകൾ. അപ്പോൾ ഈ മൈഗ്രേഷൻ്റെ കാര്യത്തിൽ ഇതുപോലെ ഇന്നലെ നെല്ലിയാമ്പതിയിൽ നിന്ന് ഒരാൾ റിപ്പോർട്ട് ചെയ്തു. നെല്ലിയാമ്പതിയിൽ മലയുടെ മേലെ ഏകദേശം 2 ലക്ഷത്തിലധികം ബട്ടർഫ്ലൈസ് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഇതൊരു ഫിനോമിനാണ്. കാരണം നമ്മൾ മെക്സിക്കോയിൽ കണ്ടതുപോലെ, മെക്സിക്കോയിലെ ഒയാമൽ ഫോറസ്റ്റിൻ്റെ മേലെ ഈ മൊണാർക്ക് ബട്ടർഫ്ലൈ മുഴുവൻ പോയി അവിടെ ഉറങ്ങാൻ പോകുന്ന പോലെ നമ്മുടെ നാട്ടിൽ അതേ ഫാമിലിയിലുള്ള ആൾക്കാർ, അതേ സബ് ഫാമിലിയിലുള്ള ആൾക്കാർ, സെയിം ജീനസിലുള്ള ആൾക്കാർ ഇത് നേരെ പോയി നമ്മളെ കാട്ടിലുള്ള മരത്തിൻ്റെ മേലെ മുഴുവൻ പോയി ഉറങ്ങുകയാണ്. അപ്പോൾ മരത്തിൻ്റെ മേലെ ബട്ടർഫ്ലൈ കയറി നിന്ന് കഴിഞ്ഞാൽ കുറേ ബട്ടർഫ്ലൈ ഒന്നിച്ചേക്കുമ്പോൾ ആ കമ്പ് ഒടിഞ്ഞു പോകും. നിങ്ങൾ ആലോചിച്ചെങ്കിൽ 5 മില്ലിഗ്രാം പോലും ഇല്ല ബട്ടർഫ്ലൈ. ഇത്രയും വെയിറ്റ് ഇല്ലാത്തൊരു ബട്ടർഫ്ലൈ മരത്തിൻ്റെ കമ്പിൽ വന്ന് ഒടിഞ്ഞു വീണ് പോകുന്ന മരത്തിൽ അത്രയും നമ്പേഴ്സ് ഒരു മരത്തിൽ, ഉണങ്ങിയ മരത്തിലൊക്കെ കയറി ഇങ്ങനെ നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷ്യങ്ങളാണ്. നമ്മൾ ആറിലത്ത് കൗണ്ട് ചെയ്ത് 4 ലക്ഷമായിരുന്നു ഒരു പ്രാവശ്യം ഇതുപോലുള്ളൊരു. അത് സ്ഥിരമായിട്ടുള്ളൊരു റൂസ്റ്റാണത്, ഉറങ്ങാൻ കിടക്കുകയാണ്. അവർ ഒക്ടോബറിൽ വന്ന് അതുപോലെ റൂസ്റ്റ് ചെയ്ത് ഏകദേശം ഫെബ്രുവരി മാർച്ച് വരെ അത് ഉറങ്ങിക്കിടക്കും. പിന്നെ അത് ഡിസ്പേസ് ചെയ്ത് പോകും. അപ്പോൾ അതൊരു ഫിനോമിന നമുക്ക് അറിയില്ല. ബട്ടർഫ്ലൈനെ കുറിച്ച് നമുക്ക് അറിയുന്ന കാര്യം ബട്ടർഫ്ലൈ 2 മാസം ജീവിക്കുന്നതാണ്. നമ്മൾ സയൻറ്റിഫിക്കലായി ഇന്ത്യൻ ബട്ടർഫ്ലൈസ് കുറിച്ച് പഠിച്ചപ്പോൾ ഒരു 68 ദിവസമാണ് ബട്ടർഫ്ലൈസ് ജീവിക്കുന്നത്. പക്ഷേ ഈ കോൺഗ്രിഗേഷനിൽ നമ്മൾ കണ്ടത് ഒക്ടോബറിൽ വന്ന ബട്ടർഫ്ലൈസ് ഫെബ്രുവരി മാർച്ച് വരെ അവിടെ തന്നെ ഉറങ്ങിക്കിടക്കുന്നതായിട്ട്. അപ്പോൾ അതിനെ ആരും പഠിച്ചില്ല. ഇപ്പോൾ ശരിക്കും പഠിക്കാൻ എത്രയോ കിടക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇതുപോലുള്ള മൈഗ്രേഷൻ നമുക്ക് ധാരാളം മൈഗ്രേഷൻ കാണാൻ പറ്റും. നിങ്ങൾ സാധാരണ കാണുന്ന കോമൺ ഇമിഗ്രൻ്റ് എന്ന് പറയുന്ന ബട്ടർഫ്ലൈസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഏപ്രിൽ മെയ് മാസമൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ കാണാം. റോഡിൻ്റെ മേലെ കൂടിയും റെയിൽവേ ട്രാക്കിൻ്റെ കൂടെ, കാരണം ഏതെങ്കിലും ഓപ്പൺ പ്ലേസ് വേണം, അല്ലെങ്കിൽ ഒരു സ്ട്രീമിലേക്ക് കൂടിയൊക്കെ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. അതിനെക്കുറിച്ച് നമുക്ക് ഒരു വിവരമില്ല. എന്താണ് മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം നമുക്ക് കാര്യമായിട്ട് പഠിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഇനി ബീച്ചിലേക്ക് കൂടി നടക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രാവശ്യം കണ്ടത് ഡിസംബർ മാസമാണ്. ബീച്ചിലേക്ക് കൂടി ബട്ടർഫ്ലൈസ്, അത് ക്രിംസൺ റോസ് എന്ന് പറയുന്ന ബട്ടർഫ്ലൈ ആണ്. ചുവന്ന ഭംഗിയുള്ള ബട്ടർഫ്ലൈ ആണ്. അതിങ്ങനെ ഹൺഡ്രഡ്സ് ബീച്ചിലേക്ക് കൂടി പറക്കുന്ന കണ്ടിട്ടുണ്ട്. അത് എങ്ങോട്ട് പോകുന്നുള്ളത് ഇപ്പോൾ കുറേ സ്റ്റഡീസ് വന്നു. ഇപ്പോൾ ശ്രീലങ്കയിലേക്കാണ് പോകുന്നത് പല ആൾക്കാരും പറയും. കോസ്റ്റിലൂടെ പോയി നേരെ ശ്രീലങ്കയിലോട്ടേക്ക് പോകണം. ശ്രീലങ്കയിലേക്ക് പോകുന്നതായിട്ട് പഴയ സായിപ്പൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ജേർണലിലേക്ക് എഴുതി വെച്ചിട്ട് അവർ കപ്പലിൽ പോകുന്ന സമയത്ത് മൈഗ്രേറ്റ് പോകുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടലിലേക്ക് കൂടി മൈഗ്രേറ്റ്. ഈവൻ ലക്ഷദ്വീപിൽ ക്രിംസൺ റോസ് ധാരാളം ഉണ്ട്. ആ മൈഗ്രേഷൻ്റെ വഴിയിൽ അവർ വിൻബ്ലോൺ ആയിട്ട് അവിടെ എത്തിപ്പെട്ടുള്ളതാണ് പല ബട്ടർഫ്ലൈസ്. ഇപ്പോൾ ലക്ഷദ്വീപിൽ ബട്ടർഫ്ലൈസേ ഇല്ല, പക്ഷെ അവിടെ കുറച്ച് ബട്ടർഫ്ലൈസ് ഉള്ളതിന് കാരണം ഇതുപോലെ കടലിലേക്ക് കൂടി പോകുന്ന സമയത്ത് നമ്മൾ കടലിൽ പക്ഷികളെ കുറിച്ച് പഠിക്കാൻ പോകാറുണ്ട്. പക്ഷികളെ കുറിച്ച് പഠിക്കാൻ പോകുന്ന സമയത്ത് ഇന്നലെയും ഒരു ടീം പോയിട്ടുണ്ട്. പോയ സമയത്ത് നമ്മൾ കടലിൽ 50 കിലോമീറ്റർ അപ്പുറത്ത് പോലും ബട്ടർഫ്ലൈസ് മൈഗ്രേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതൊരു അത്ഭുതമാണ്. എവിടെയാണ് ഇവർ പോകുന്നത്? ഇവർക്ക് എന്താണ് കാര്യം? കടലിൽ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇൻസെക്ട്സ് മൈഗ്രേഷൻ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഇത്രയധികം മൈഗ്രേഷൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ തീരെ പഠിച്ചിട്ടില്ല. പിന്നെ എനിക്ക് വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, സമയമായിട്ടുണ്ടോ വേണം നിർത്താം, വളരെ ഫാസ്റ്റായിട്ട് നിർത്താം. ഈ റീസെൻ്റായിട്ട് ഞാൻ പൂനെയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ 5 വർഷം. ഇപ്പോൾ അവിടെ ഈ മഹാരാഷ്ട്രയിൽ കാസ് പ്ലാറ്റോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മലയുടെ മുകളിലേക്ക് ഈ ചെറിയ നണ്ടുകൾ, നമ്മളെ ക്രാബ്സ്, ചുവന്ന നണ്ടുകളാണ്. അത് എല്ലാ ദസറൻ്റെ സമയത്താണ് വരാമെന്ന് പറയുന്നത്. ദസറയായിട്ട് എന്തോ ബന്ധമുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നില്ല നമുക്കറിയില്ല. ദസറ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് മൈഗ്രേഷൻ വരിക. ഈ ചുവന്ന ലക്ഷക്കണക്കിന് ക്രാബ്സ്
അത് ഇത്രയും വലിയൊരു മൈഗ്രേഷനാണ്, കോടികളാണ് വരുന്നത്. അത് വരുന്ന സമയത്ത് പല പക്ഷികളും ഇതൊക്കെ പിടിക്കാൻ വേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ ലാസ്റ്റ് ഇയർ കുറച്ച് ആൾക്കാർ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ, ഈ മൈഗ്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം പറയാറുണ്ട്. പക്ഷികളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, കാരണം പക്ഷികളൊക്കെ കൂടുതൽ അറിയുന്നൊരു കാര്യമാണ്. കേരളത്തിൽ കാണുന്ന 560 സ്പീഷീസിൽ 200 സ്പീഷീസും മൈഗ്രൻ്റാണ്, ദേശാടകരാണ്. ഇവിടെ വരുന്ന ആൾക്കാർ മുഴുവൻ സെപ്റ്റംബർ മാസം നമ്മളെ ഹിമാലയത്തിന് വടക്കുള്ള പല രാജ്യങ്ങൾ, ഈവൻ അമേരിക്കയിൽ നിന്ന് പോലും ആൾക്കാർ വരുന്നുണ്ട്. വാടായിപ്പാറയിൽ 2011 വന്ന ബഫ് ബ്രസ്റ്റഡ് സാൻഡ് പൈപ്പ്, അത് അമേരിക്കയിൽ നിന്ന് വന്ന ആളാണ്. നോർത്ത് അമേരിക്കയിൽ കാണുന്ന, ഏഷ്യയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ്. അത് 2023 പിന്നെയും മാടായിപ്പാറയിൽ, മാടായിപ്പാറ വന്ന കണ്ണൂരിലൊരു സ്ഥലമാണ്, കൃത്യമായിട്ട് അവിടെ വരികയാണ് മാടായിപ്പാറയിൽ. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതെല്ലാം കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാർ മുഴുവൻ സിറ്റിസൺ സയൻറ്റിസ്റ്റാണ്. കാരണം സുവോളജിസ്റ്റ് ഒന്നല്ല, ഈ പക്ഷികളെ നോക്കാൻ പോകുന്ന ആൾക്കാർ, കേരളത്തിൽ കൂടുതൽ നോക്കാൻ പോകുന്ന ആൾക്കാർ സുവോളജി പഠിച്ചിട്ടുള്ള ആൾക്കാർ, അവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊരു വലിയൊരു സബ്ജക്റ്റാണ് മൈഗ്രേഷൻ എന്നുള്ളത്, അത് പഠിക്കാം. താങ്ക് യു. താങ്ക് യു ജാഫർ. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജാഫർ എടുത്തത്. അപ്പോൾ ഇനി നിങ്ങളൊക്കെ ഒരു ജോലി ഞാൻ പറയാം, ഇങ്ങനെ പ്രകൃതിയെ ഒബ്സർവ് ചെയ്യുക. എപ്പോഴെങ്കിലും പക്ഷികളോ തുമ്പികളോ മാനത്തൂടെ കൂട്ടമായിട്ട് പറക്കുന്ന കണ്ട അപ്പം തന്നെ ജാഫറിനെ വിളിക്കുക. ഇങ്ങനെ ഒരു കൂട്ടം സംഭവിക്കുന്നുണ്ട്, അത് മൈഗ്രേഷൻ ആയിരിക്കാം, എന്താ നമുക്കറിയില്ല. അപ്പൊ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ ഇടയ്ക്ക്, അത് ഏർലി ഇന്ത്യൻസ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്, ഏർലി ഇന്ത്യൻസ്. അതിന്റെ ഓതറുടെ പേര് ടോണി ജോസഫ് എന്നാണ്. 2018 ഇറങ്ങിയ ബുക്കാണ്. ആ ബുക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം എഴുതുന്ന മുഴുവനും നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മനുഷ്യർ എങ്ങനെയാ വന്നത്, എപ്പോഴാ വന്നത്, ഏത് വർഷം, എത്രയോ വർഷമാണ് വന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ആര്യൻസ് ആണോ ആദ്യം വന്നത്, ദ്രവീഡിയൻസ് ആണോ ആദ്യം വന്നത്. അപ്പൊ അതിനെക്കുറിച്ചെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പാലിയോജീനോമിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം അതിന്റെ ബേസിസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിച്ച് എഴുതിയ ഒരു ബുക്കാണ്. പറ്റുമെങ്കിൽ അത് വായിക്കാൻ, നല്ല ഇൻട്രസ്റ്റിംഗ് ബുക്കാണ് അത്. അപ്പൊ നമ്മളുടെ ആൻസസ്റ്റേഴ്സ് ആരായിരുന്നു, നമ്മൾ എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ആ ബുക്കിൽ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, അതായത് ഒരു നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ ഒരു ലേഖകനുണ്ട്, പോൾ, മിസ്റ്റർ പോൾ എന്ന് പറഞ്ഞിട്ട്, ഫുൾ നെയിം മറന്നുപോയി. അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു 44,000 കിലോമീറ്റർ നടന്നു. ആ നടപ്പിന്റെ പാത്ത് എങ്ങനെയാന്ന് വെച്ചാൽ, ആഫ്രിക്കയിലാണ് നമ്മൾ വിചാരിക്കുന്ന ഹ്യൂമൻ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് എങ്ങനെ ഹ്യൂമൻ ബീങ്സ് മൈഗ്രേറ്റ് ചെയ്ത് ഇപ്പൊ അവസാനം എത്തിയത് അമേരിക്കയിലെന്നാ പറയുന്നത്. ആ റൂട്ട്, ആ പാത്ത്, എന്താ, ഔട്ട് ഓഫ് ഈഡൻ. ഈഡൻ എന്താ, ഏറ്റവും ആദ്യം മനുഷ്യരുണ്ടായെന്ന് സങ്കല്പിക്കപ്പെടുന്ന സ്ഥലമാണ് ഈഡൻ. ആ ഈഡനിൽ നിന്ന്, അതായത് മനുഷ്യനുണ്ടായ സ്ഥലത്ത് നിന്ന് എങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് എത്രയോ കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ട് ഇപ്പൊ എത്തി എന്നതിനെ കുറിച്ച് നടത്തുന്ന ഒരു പോളിന്റെ സ്റ്റഡി. അപ്പോൾ അങ്ങനെയുള്ള ഹ്യൂമൻ മൈഗ്രേഷനെ കുറിച്ച് പറയാനാണ് അശ്വതി ഇവിടെ തയ്യാറായിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ മൈക്ക് അശ്വതിക്ക് കൈമാറിയാണ്. അശ്വതി. താങ്ക് യു അൽഫോൺസ് ടീച്ചർ. ഗുഡ് ഈവനിങ്. മിസ് ഓൾറെഡി പറഞ്ഞു ഞാൻ ഹ്യൂമൻ മൈഗ്രേഷനെ കുറിച്ച് പറയാനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന്. പക്ഷെ ഹ്യൂമൻ മൈഗ്രേഷൻ്റെ തിയറീസ് ഒത്തിരിയുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഔട്ട് ഓഫ് ആഫ്രിക്ക തിയറി. ഔട്ട് ഓഫ് ആഫ്രിക്ക തിയറി പ്രപ്പോസ് ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആദ്യമായിട്ട് ഉണ്ടായത് ആഫ്രിക്കയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ആഫ്രിക്കയിൽ നിന്ന് അവർ പുറത്തേക്ക് പോയാണ് എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉപഭൂഖണ്ഡങ്ങളിലും ഹ്യൂമൻ ബീയിങ്സ് എത്തിപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് തിയറികളൊന്നുമല്ല ഞാനിവിടെ പറയുന്നത്, അത് ഭയങ്കര ഡീറ്റെയിൽഡ് ആണ്. മിസ് പറഞ്ഞതുപോലെ വായിക്കാൻ ഭയങ്കര രസമുള്ള ഒരു ടോപ്പിക്കാണ്. അങ്ങനെ വായിച്ച് അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ജോബി സാർ വിളിച്ചപ്പം വേഗം ഹ്യൂമൻ മൈഗ്രേഷൻ പറയാം, മൈഗ്രേഷൻ ആണെങ്കിൽ ഹ്യൂമൻ മൈഗ്രേഷൻ പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടോപ്പിക്കിലേക്ക് വന്ന് മൈഗ്രേഷൻ ബിയോണ്ട് ബൗണ്ടറീസ്, അതിരുകളില്ലാതെ എങ്ങനെ ഈ ദേശാടനം നടക്കുന്നു എന്നുള്ള ടോപ്പിക്കിലേക്ക് ഹ്യൂമൻ മൈഗ്രേഷനെ കൊണ്ടുവരാനാണ്. അപ്പോൾ ദേശാടനം, മൈഗ്രേഷൻ നമ്മളിപ്പോൾ ഇവിടെ ഓൾറെഡി കേട്ടു. നമുക്ക് സുമോദൻ സാർ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഫിലോസഫിക്കൽ ആസ്പെക്ട് ഓഫ് മൈഗ്രേഷൻ നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തു. ജാഫർ സാർ ആനിമൽ മൈഗ്രേഷൻ്റെ ഡീറ്റെയിൽസിലേക്കും പറഞ്ഞു. അപ്പോൾ ഈ ദേശാടനം എന്താ ഹ്യൂമൻ ബീയിങ്സിൽ സംഭവിക്കുന്നില്ലേ? ഹ്യൂമൻ ബീയിങ്സ് ഒരു ആനിമൽ അല്ലേ? അപ്പോൾ ആ ആനിമലിലുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഫോർ ദിസ് മൈഗ്രേഷൻ ഹ്യൂമൻ ബീയിങ്സിലും ഉണ്ടാവും. ആക്ച്വലി അതുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ വേൾഡിൻ്റെ പല ഭാഗത്തും നമ്മളിങ്ങനെ ഹ്യൂമൻ ബീയിങ്സ് എക്സിസ്റ്റ് ചെയ്യാനുള്ള റീസൺ. അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഹ്യൂമൻ മൈഗ്രേഷൻ നടക്കുന്നതെന്നും അതിരുകൾ എങ്ങനെ അതിനെ ബാധിക്കുന്നു എന്നുള്ളതൊന്നും ബ്രീഫായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ.
അപ്പോൾ ഹ്യൂമൻ ബീങ്സ് ഔട്ട് ഓഫ് ആഫ്രിക്ക തിയറി പ്രകാരം ഹ്യൂമൻ ബീങ്സ് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ഒറിജിൻ ആഫ്രിക്കയിൽ നടക്കുന്നത് സൗത്ത് ആഫ്രിക്ക, സെൻട്രൽ ടു സൗത്ത് ആഫ്രിക്കയുടെ ഒരു ഭാഗത്ത്, നോർത്ത് ഈസ്റ്റേൺ ആഫ്രിക്കയിലൂടെയാണ് ഹ്യൂമൻ ഒറിജിൻ നടക്കുന്നത്. അപ്പോൾ ആ ഒരു റീജിയനിൽ ആദ്യമായിട്ട് ഹ്യൂമൻ ബീങ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 ലക്ഷം മുതൽ 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പം അത്രയും വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഹ്യൂമൻ ബീങ്സ് കുറേ കാലം ആഫ്രിക്കയിൽ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഹ്യൂമൻ മൈഗ്രേഷൻ, ഔട്ട് ഓഫ് ആഫ്രിക്ക തിയറിയിൽ പറയുന്നത് ഹ്യൂമൻ മൈഗ്രേഷൻ പുറത്തേക്ക് തുടങ്ങിയിട്ട് ഒരു 70,000 വർഷങ്ങളോളം ഒക്കെ ആയിട്ടുള്ളൂ. ഈ 70,000 വർഷങ്ങൾ കഴിഞ്ഞപ്പം ഹ്യൂമൻ ബീങ്സ് ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ബാക്കിയുള്ള ഭൂഖണ്ഡങ്ങളിലേക്ക്, ഭൂസ്ഥലങ്ങളിലേക്ക് അവർ വ്യാപിക്കാൻ തുടങ്ങി. ഈ വ്യാപനം ഭയങ്കര മെല്ലെയാണ്. നമ്മൾ ആനിമൽ മൈഗ്രേഷനിൽ നമുക്കൊരു പാറ്റേൺ ഇപ്പൊ തന്നെ ഒബ്സർവ് ചെയ്യാം. ഇയർലി നോക്കിയാൽ വർഷത്തിൽ 1 or 2 തവണ വന്നു പോകുന്ന ആനിമൽ സ്പീഷീസിനെ കാണാം. അതുപോലെ ഒരു പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് പാറ്റേൺ നമുക്ക് ഹ്യൂമൻ മൈഗ്രേഷനിൽ ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റില്ല. വളരെ സ്ലോ ആയി മെല്ലെ അവരുടെ നീഡ്സ് അനുസരിച്ച് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ മൈഗ്രേഷൻ. ആനിമൽ മൈഗ്രേഷനിൽ എപ്പോഴും നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ആനിമൽസ് മൈഗ്രേറ്റ് ചെയ്യുന്നത്? അവരുടെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യാൻ. സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ഋതുക്കളിൽ വരുന്ന വേരിയേഷൻ, എൻവയോൺമെന്റിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നു, ചിലപ്പോൾ ചേഞ്ചസ് കൊണ്ടുവരുന്നത് ഒരു ആനിമലിന് എക്സിസ്റ്റ് ചെയ്യാൻ ഫേവറബിൾ അല്ലാതെ വരുമ്പോൾ അത് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഹ്യൂമൻ ബീങ്സും ആഫ്രിക്കയിൽ ഉണ്ടായ ഹ്യൂമൻ ബീങ്സ് എന്തുകൊണ്ട് അവർ പുറത്തേക്ക് പോയി? അവർ ആഫ്രിക്കയിൽ നിന്ന് റെഡ് സീ ക്രോസ് ചെയ്തിട്ട് ആദ്യമായിട്ട് അറേബ്യൻ പെനിൻസുലയിലേക്കാണ് ആദ്യം മൈഗ്രേറ്റ് ചെയ്തത്. റെഡ് സീ ക്രോസ് ചെയ്യാൻ ഇത്രയും വർഷങ്ങൾ എന്തുകൊണ്ട് എടുത്തു? അത് ഈ എൻവയോൺമെന്റൽ ചേഞ്ചസ് തന്നെയാണ്. റെഡ് സീ ക്രോസ് ചെയ്യുന്ന വർഷങ്ങളിൽ, ഹ്യൂമൻ മൈഗ്രേഷന്റെ തിയറി പ്രകാരം പറയുന്നത് ആ വർഷങ്ങളിൽ കാലാവസ്ഥ വ്യതിയാനം പോലുള്ള ചേഞ്ചസ് കൊണ്ട് റെഡ് സീയിലെ വെള്ളം ഭയങ്കരമായിട്ട് താഴുകയും ഭൂതലപ്പ് പുറത്തേക്ക് വരികയും ചെയ്തത് ഹ്യൂമൻ മൈഗ്രേഷൻ ആക്കം കൂട്ടി. അപ്പൊ ഈ ഹ്യൂമൻസ് ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് അറേബ്യൻ പെനിൻസുലയിലേക്ക് മൂവ് ചെയ്തു. അറേബ്യൻ പെനിൻസുലയിലെത്തിയ ഹ്യൂമൻ ബീങ്സ് പിന്നീട് ചെയ്തത് കോസ്റ്റൽ റീജിയൻസ് വഴിയും അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശം, ഭൂതലങ്ങൾ വഴിയുമാണ് അവർ മെയിനായിട്ട് മൈഗ്രേറ്റ് ചെയ്തത്. നദീതടങ്ങളും കോസ്റ്റൽ, ദാറ്റ് ഈസ് കടൽ തീരങ്ങളും താഴ്ന്ന ഭൂതലങ്ങളും ഫലഭൂയിഷ്ടമായ ഭൂതലങ്ങളും അവർക്ക് ഫേവറബിളായ എൻവയോൺമെന്റ് കൊടുത്തു. ആ ഫേവറബിൾ എൻവയോൺമെന്റ്സ് വഴി സൗത്ത് വെസ്റ്റേൺ ഏഷ്യയുടെ ഭാഗത്തൂടെ ഇന്ത്യയിലേക്കാണ് അവരെത്തിയത്. ഇന്ത്യയിൽ നിന്ന് പിന്നീട് പല സമയത്തായി, ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ തന്നെ ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയിൽ എത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 20,000 വർഷങ്ങൾ എടുത്തു ആഫ്രിക്കയിൽ നിന്ന് പുറത്തെത്തിയ ഹ്യൂമൻ ബീങ്സ് ഇന്ത്യയിലെത്താൻ. ഇന്ത്യയിൽ എത്തിയ ഹ്യൂമൻ ബീങ്സിന് വീണ്ടും ഇന്ത്യയിൽ തന്നെ 2 രീതിയിൽ മൈഗ്രേറ്റ് ചെയ്തു. സദേൺ കോസ്റ്റിലേക്ക്, സൗത്ത് ഇന്ത്യയിലേക്കും, സൗത്ത് ഇന്ത്യ വഴി താഴെ നമ്മുടെ ഐലൻഡ് കൺട്രീസിലേക്കും അതുപോലെ ഓസ്ട്രേലിയയിലേക്കും പോയി ഒരു ഗ്രൂപ്പ് നേരെ മുകളിലേക്ക് പോയി. അതായത് സെൻട്രൽ ഏഷ്യയിലേക്കും നോർത്തേൺ ഏഷ്യയിലേക്കും, ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കും അവർ മൈഗ്രേറ്റ് ചെയ്തു. യൂറോപ്പിലേക്ക് പോയ ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലേക്ക് അവസാനമായി എത്തിയത്. അമേരിക്കയിലാണെന്ന് മിസ് പറഞ്ഞു. അമേരിക്കയിലേക്ക് പോയി, അമേരിക്കയിൽ നിന്ന് പോളിനേഷ്യ എന്ന് പറഞ്ഞ ഭൂഖണ്ഡത്തിലേക്കും നമ്മുടെ ന്യൂസിലൻഡ് പോലെ ഐലൻഡ് സമൂഹങ്ങളിലേക്കൊക്കെ അമേരിക്കയിൽ നിന്നാണ് ഹ്യൂമൻ ബീങ്സ് പോയത്. ഈ മൈഗ്രേഷൻ എല്ലാം എങ്ങനെ ആനിമൽ മൈഗ്രേഷൻ ഇക്വലന്റ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആനിമൽ മൈഗ്രേഷൻ ആയാലും ഹ്യൂമൻ മൈഗ്രേഷൻ ആയാലും രണ്ടിന്റെയും ഡ്രൈവിംഗ് ഫോഴ്സ് സെയിം ആണ്. ആനിമൽസിനെ മൈഗ്രേറ്റ് ചെയ്യാൻ ആരും പഠിപ്പിക്കുന്നില്ല. അവരുടെ ഉള്ളിൽ നിന്ന് ഉള്ള ഒരു ആർജവം അവരെ മൈഗ്രേറ്റ് ചെയ്യാൻ കോസ് ചെയ്യുന്നു. പലപ്പോഴും ഇതൊരു ജനറ്റിക്കലി ഡ്രിവൻ പ്രോസസ്സാന്ന് പറയുന്നുണ്ട്. ഹ്യൂമൻ മൈഗ്രേഷനിൽ ശരിക്കും പറഞ്ഞാൽ ജനറ്റിക്കലി ഡ്രിവൻ പ്രോസസ്സിനേക്കാൾ കൂടുതൽ നീഡ്സ് ആണ്. എൻവയോൺമെന്റൽ നീഡ്സ്, ചേഞ്ചിങ് എൻവയോൺമെന്റ്. ആനിമൽസിന്റെ എൻവയോൺമെന്റിലെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് മാറുമ്പം, ഫുഡിന്റെ അവൈലബിലിറ്റി, ഭക്ഷ്യലഭ്യത കുറയുമ്പം, അല്ലെങ്കിൽ പ്രിഡേറ്റേഴ്സ് അവരെ ആക്രമിക്കപ്പെടുമ്പോഴൊക്കെ ആനിമൽസ് മൈഗ്രേറ്റ് ചെയ്യുമ്പം ഇതുപോലുള്ള തുല്യമായ റീസൺസ് കൊണ്ട്, ക്ലൈമാറ്റിക് കണ്ടീഷൻസ് മാറി എൻവയോൺമെന്റൽ കണ്ടീഷൻസ് മാറുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷ്യ സാധ്യതയുള്ള അല്ലെങ്കിൽ കൂടുതൽ ഫേവറബിൾ ആയ റീജിയൻസ് തേടി പോകുന്നതൊക്കെ ആയിട്ട് തന്നെയാണ് ഹ്യൂമൻസും മൈഗ്രേറ്റ് ചെയ്തത്. ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വേൾഡിലേക്ക് സ്പ്രെഡ് ചെയ്ത മൊത്തം ഹ്യൂമൻ ബീങ്സിനെ നമുക്ക് നോക്കിയാൽ ജനറ്റിക്കലി ഒരുപാട് അനാലിസിസ് അതിന്റെ ബേസിൽ നടന്നിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ സെല്ലിനുള്ളിൽ, കോശങ്ങൾക്കുള്ളിലുള്ള മൈറ്റോകോൺഡ്രിയൽ DNA വെച്ചിട്ടും
അല്ലെങ്കിൽ ആണുങ്ങളിൽ കാണുന്ന Y ക്രോമസോമിലെ ജീൻസിന്റെ ഇൻഫർമേഷൻ വെച്ചിട്ടും ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഈ സ്റ്റഡീസ് എല്ലാം കാണിക്കുന്നത് ആഫ്രിക്കയിൽ ഒറിജിനേറ്റ് ചെയ്ത മൊത്തം ജനങ്ങളിൽ നിന്ന് വളരെ ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്കുള്ള മൈഗ്രേഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതായത് വേൾഡിൽ മൊത്തമുള്ള നമ്മളെല്ലാവരും എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ വളരെ ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നിന്നാണ്, വളരെ ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻ ബീയിങ്സിൽ നിന്ന്. അവര് പിന്നീട് പല രാജ്യങ്ങളിലും പല റീജിയൻസിലും ഒക്കെ എത്തിപ്പെട്ട് അവിടുത്തെ രീതികളും അവിടുത്തെ കണ്ടീഷൻസും ഒക്കെ അനുസരിച്ച് ചേഞ്ചസ് വരുത്തി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു, സെറ്റിൽ ചെയ്തു, സിവിലൈസേഷൻസ് ഡെവലപ്പ് ചെയ്തു. നേരത്തെ സുമോദൻ സാർ പറഞ്ഞു കൺട്രി എന്നുള്ള കോൺസെപ്റ്റ്. ആദ്യത്തെ രാജ്യം ഉണ്ടായത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷന്റെ സമയത്താണ് എന്ന് പറഞ്ഞു. അപ്പൊ രാജ്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതിൻ്റെയും ഒത്തിരി മുൻപ് തന്നെ ഹ്യൂമൻ മൈഗ്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കാണുന്ന രാജ്യങ്ങളുടെ അതിരുകളോ അതിർവരമ്പുകളോ വിസ പ്രോസസ്സിങ് അല്ലെങ്കിൽ അതുപോലുള്ള ഒരു കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഹ്യൂമൻ മൈഗ്രേഷനെ കൺട്രോൾ ചെയ്തിട്ടില്ല. ഹ്യൂമൻ മൈഗ്രേഷൻ വാസ് ഡ്രൈവൺ സിംപ്ലി ബേസ്ഡ് അപ്പോൺ ദ നീഡ്സ് ഓർ ദ എൻവയോൺമെന്റൽ സിറ്റുവേഷൻ ദാറ്റ് വാസ് ക്രിയേറ്റഡ്. ഉണ്ടായിരുന്ന എൻവയോൺമെന്റൽ സിറ്റുവേഷനനുസരിച്ച് ഹ്യൂമൻ ബീങ്സ് റെസ്പോണ്ട് ചെയ്ത് പുതിയ പുതിയ തലങ്ങൾ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനോ ഉള്ള അവന്റെ ഉള്ളിലൊരു ആഗ്രഹം. നിങ്ങൾക്കും ഇഷ്ടമല്ല യാത്രകൾ പോവാൻ, പുതിയ സ്ഥലങ്ങൾ കാണാൻ? അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ്. അതുപോലൊരു ആഗ്രഹത്തിന്റെ എക്സ്പ്രഷനായിട്ട് പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോയി അവിടുത്തെ എൻവയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെയുള്ള കണ്ടീഷൻസുമായിട്ട് ഫേവറബിൾ ആയി അഡാപ്റ്റ് ചെയ്ത ഹ്യൂമൻ ബീങ്സ് ആണ് ഇവോൾവ് ചെയ്ത് ഇന്ന് നമ്മളിലൊക്കെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ മൈഗ്രേഷനും ആനിമൽ മൈഗ്രേഷനും ഒരുപോലെ തന്നെയാണ്. ആഫ്റ്റർ ഓൾ ഹ്യൂമൻ ബീങ്സും ആനിമൽസിന്റെ ഒരു പാർട്ട് തന്നെയല്ലേ, ആനിമൽസ് അല്ലേ നമ്മളും. അപ്പോൾ നമ്മളും ആനിമൽസ് കാണിക്കുന്നത് പോലെ ഇതുപോലെ ഒരു മൈഗ്രേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നിങ്ങൾ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന വ്യത്യാസം എന്താണ്? ആനിമൽസ് ഈ പറഞ്ഞ ചെറു പറഞ്ഞു പൊളിറ്റിക്കൽ ബൗണ്ടറീസിനൊന്നും ആനിമൽസ് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവര് പൊളിറ്റിക്കൽ ബൗണ്ടറീസ് നോക്കിയിട്ടല്ല. ചെറു പറഞ്ഞ പാകിസ്ഥാനിലെ വള്ളിച്ചെടി പൂത്തത് ഇന്ത്യയിലാണ്. ആ ബൗണ്ടറി നോക്കിയിരുന്നെങ്കിൽ ആ ചെടിക്ക് ഇന്ത്യയിൽ വന്ന് പൂക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹ്യൂമൻ മൈഗ്രേഷൻ പലപ്പോഴും ഈ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ മൈഗ്രേഷനിൽ ശരിക്കും ഒരു ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് ഹ്യൂമൻ മൈഗ്രേഷനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ ഒക്കെ പലപ്പോഴും കൺസർവേഷൻ, സുവോളജി കുട്ടികളൊക്കെ അല്ലെങ്കിൽ ബയോളജി പഠിക്കുന്നവരൊക്കെ കൺസർവേഷൻ പഠിക്കുമ്പോൾ അതിന്റെ പാർട്ടായിട്ടാണ് ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ പറയുക. അവരുടെ ആവാസ വ്യവസ്ഥിതി പല കാരണങ്ങൾ കൊണ്ട് കഷ്ണങ്ങളായി സെപ്പറേറ്റ് ചെയ്യപ്പെടുക. അത് കാരണം ഒരു ഗ്രൂപ്പിന് വേറൊരു ഗ്രൂപ്പുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റാതെ വരിക. അങ്ങനെ ഒരു കേസിൽ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എവല്യൂഷൻ, ഇവർ രണ്ടുപേരും തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് അവരിൽ നിന്ന് ബ്രീഡ് ചെയ്ത് ഒരു കോമൺ ജീൻ പൂൾ ഉണ്ടാവുക എന്നുള്ളൊരു പ്രോസസ്സിന് അവിടെ ഇൻഹിബിറ്റ് ചെയ്യപ്പെടും. അതുപോലെ ഒരു എഫക്റ്റ് ആണ് പലപ്പോഴും ഇപ്പോൾ സോഷ്യലി നമുക്ക് കാണുന്നത്. ഹ്യൂമൻ മൈഗ്രേഷനിൽ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് ഭയങ്കരമായ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു എഫക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഹ്യൂമൻ മൈഗ്രേഷനെ ഒരു എവല്യൂഷണറി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ, പണ്ട് നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബീങ്സ് ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് വന്നു, പല ഭൂഖണ്ഡങ്ങളിൽ കയറി അവരവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു, പല രീതിയിൽ പല സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു, അവിടെയുള്ള ആളുകളുമായി ഇഴുകിച്ചേർന്നു, പുതിയതായ ഓരോ ഗ്രൂപ്പുകൾ ആൾക്കാരുണ്ടായി. അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പൊ കാണുന്നത് എന്താണ്? ദേശാടനം എന്നുള്ള വേർഡിനേക്കാൾ കൂടുതൽ നമ്മൾ കുടിയേറ്റങ്ങളാണ് കാണുന്നത്. കുടിയേറ്റം എന്നുള്ള മലയാളം വേർഡായിരിക്കും അതിന് കുറച്ചുകൂടെ ആപ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കുടിയേറ്റങ്ങളും ശരിക്കും പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ ആണ്. നമ്മൾ ഇവിടെയുള്ള ആൾക്കാർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഒത്തിരി പേര് കുടിയേറി പാർക്കുന്നുണ്ട്. അവർ ആ ഒരു എൻവയോൺമെന്റിലെ കണ്ടീഷൻസുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് അവിടെ അവർ സ്റ്റെബിലൈസ് ചെയ്ത് പോപ്പുലേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോഴുള്ള ദേശാടനങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ട്രാൻസ് നാഷണൽ റിലേഷൻഷിപ്പ് അവരെപ്പോഴും കീപ്പ് ചെയ്യുന്നു. രണ്ട് രാജ്യങ്ങളിലെ കണ്ടീഷൻസും രണ്ട് രാജ്യങ്ങളിലും വിഭവങ്ങൾ യൂസ് ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങളിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത് പുതിയ തിയറി പ്രകാരം, ഉരുത്തിരിഞ്ഞു വരുന്ന തിയറികൾ പ്രകാരം എനിക്ക് തോന്നുന്നത് ഇത് ഒരു എവല്യൂഷണറി പ്രോസസ്സായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതുപോലുള്ള ചേഞ്ചസ് വീണ്ടും വന്ന് വീണ്ടും മിക്സ് ചെയ്തിട്ടുള്ള പുതിയ പുതിയ ജീൻ പൂളുകൾ ക്രിയേറ്റ് ചെയ്യാനും സ്വന്തം വർഗത്തെ വേൾഡിൽ കൂടുതൽ സസ്റ്റൈനബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യും. കാരണം ഇപ്പോഴും നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യന്മാർ ഇപ്പോഴും കുടിയേറുന്നത് നമുക്ക് പഴയ മൈഗ്രേഷൻ, ആനിമൽ മൈഗ്രേഷനുമായിട്ട് താതാത്മ്യം ചെയ്തു നോക്കിയാൽ ഒരുപോലുള്ള കാരണങ്ങൾ കൊണ്ടാണ്.
ആനിമൽസ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവർക്ക് കൂടുതൽ ഫേവറബിൾ ആയ എൻവയോൺമെന്റുകൾ തേടി പോകുന്നത് പോലെയാണ് നമ്മളിപ്പോഴും മൈഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ പുതിയൊരു രാജ്യത്തേക്ക് കുടിയേറി പാർക്കുമ്പോൾ, പുതിയൊരു ദേശത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അവിടേക്ക് കൊണ്ടുപോകുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്? നമ്മുടെ ആവശ്യങ്ങൾ തന്നെയാണ്. പലപ്പോഴും രാജ്യങ്ങൾ തമ്മിലുള്ള എക്കണോമിക് സ്റ്റാറ്റസിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് അവിടെ ഒരു ബെറ്റർ എക്കണോമിക് കൺട്രി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്നാൽ നമുക്ക് അവിടെ പോവാം, അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാം, അവിടെ നമ്മുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ കുട്ടികൾ അവിടെ വളരട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഹ്യൂമൻ ബീങ്സിൽ കാണുന്നു. ബേസിക്കലി ആൾട്രൂയിസത്തിന്റെ എഫക്റ്റ് തന്നെയാണ് അത്. അപ്പോൾ പുതിയ ഈ ആനിമൽസ് മൈഗ്രേറ്റ് ചെയ്യുന്നത് പോലെ റിസോഴ്സസ് തേടിയിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് ഇപ്പൊ കാണുന്ന കുടിയേറ്റങ്ങളിലുള്ളത്. ഇതിന് കാരണം റിസോഴ്സസ് ഇനീക്വൽ ആയിട്ട് പല കൺട്രീസിന്റെ ഇടയിലും പല രാജ്യങ്ങളുടെ ഇടയിലും അവരുടെ റിസോഴ്സസിന്റെ ലഭ്യത ഒരുപോലെയല്ല. അത് വ്യത്യസ്തമായി വരുന്നത് കൊണ്ട് തന്നെ ഈ റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഹ്യൂമൻ ബീങ്സ് ഇപ്പോഴും മൈഗ്രേറ്റ് ചെയ്യുന്നു. ഇനി പണ്ട് ആനിമൽസ് മേ ബി പ്രെഡേറ്ററി സ്പീഷീസിനെ പേടിച്ച് അല്ലെങ്കിൽ അവരുടെ ആവാസ വ്യവസ്ഥയിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിലനിൽക്കാൻ പറ്റാതെ വരുമ്പോൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള പലായനങ്ങൾ നമുക്ക് വേൾഡിന്റെ പല ഭാഗത്തും ഇപ്പോഴും കാണാം. യുദ്ധങ്ങളും രാജ്യത്തെ പൊളിറ്റിക്സും ക്രിയേറ്റ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും കൊണ്ട് പല ആൾക്കാരും മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതും മൈഗ്രേഷൻസ് തന്നെയാണ്. അവർ കൂടുതൽ ഫേവറബിൾ ആയ രാജ്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഫേവറബിൾ ആയ ഭൂതലങ്ങൾ തേടിപ്പോയി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് അവർ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിൽ പണ്ടും ഇപ്പോഴും കാണുന്നതും മൈഗ്രേഷൻ തന്നെയാണ്. അനിമൽസിനെ മൈഗ്രേഷനെ ഡ്രൈവ് ചെയ്യുന്ന അതേ ഫോഴ്സ് തന്നെയാണ് ഹ്യൂമൻ മൈഗ്രേഷനെയും ഡ്രൈവ് ചെയ്യുന്നത്. രണ്ടും ആവശ്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷറിന്റെ കോൺസിക്വൻസസ് കൊണ്ട് ആണ് ഈ രണ്ട് മൈഗ്രേഷൻസും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മൈഗ്രേഷൻസും എവല്യൂഷണറി പ്രോസസ്സിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. എവല്യൂഷനെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുവരാനും പുതുതായി കൂടുതൽ അഡാപ്റ്റീവായ മനുഷ്യവർഗത്തെ ക്രിയേറ്റ് ചെയ്യാനും ആയിരിക്കാം ഇന്നത്തെ കുടിയേറ്റങ്ങൾ നടക്കുന്നത്. അങ്ങനെയാവുമ്പോൾ ഇങ്ങനത്തെ കുടിയേറ്റങ്ങളുടെ എഫക്റ്റ് കൊണ്ട് ഹ്യൂമൻ എവല്യൂഷൻ എങ്ങനെ മാറി എന്നുള്ളതായിരിക്കാം ഭാവിയിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു അശ്വതി. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അശ്വതി ആ ടോപ്പിക് പ്രസന്റ് ചെയ്തത്. നൗ ദ സെഷൻ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. ഞാൻ ഓഡിയൻസിൽ നിന്ന് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്ലീസ് കം. ഇവിടെ നമ്മുടെ മൂന്ന് സ്പീക്കേഴ്സിനും വളരെ രസകരമായിട്ട് അവരവരുടെ ടോപ്പിക് അവതരിപ്പിച്ചു. മൈഗ്രേഷന്റെ ഫിലോസഫിയെ കുറിച്ച് സുമോദൻ സാറും, ഇൻസെക്ട് മൈഗ്രേഷനെ കുറിച്ച് ജാഫർ സാറും, ഹ്യൂമൻ മൈഗ്രേഷനെ കുറിച്ച് അശ്വതി ടീച്ചറും പറഞ്ഞു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾക്കൊന്നും ഒരു സംശയവും ഇല്ലേ? എല്ലാം മനസ്സിലായല്ലേ? ഒരു ഇൻട്രസ്റ്റിംഗ് ഇല്ലാത്ത കുട്ടികളെ പോലെയാണ്. നിങ്ങളൊക്കെ സ്കോളർ സ്റ്റുഡൻസ് ആണോ? ആണോ? അല്ല അല്ലേ? അപ്പൊ പിന്നെ സംശയം കുഴപ്പമില്ല. എനിക്ക് പക്ഷേ ഇവിടെ എന്റെ സംഘാടകരോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ 1 മണിക്കൂർ എന്ന് പറയുന്നത് തീരെ കുറഞ്ഞു പോയിട്ടോ. 3 പേർക്ക് ഒരു 10 മിനിറ്റ് അതെ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ആ സബ്ജക്റ്റിന്റെ ഉള്ളിലേക്ക് കടന്നു കയറി നമുക്ക് പറയാനുള്ള ഒരു സമയമില്ല. അടുത്ത പ്രാവശ്യം ഇതിന്റെ തേർഡ് എഡിഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ സമയം കുറച്ചും കൂടെ ഒന്ന് മാറ്റിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് ഒരു സജഷൻ ഉണ്ട്. പിന്നെ ആർക്കും സംശയമില്ല, എന്നാ നമ്മൾ 6 മണിക്ക് മുമ്പേ നമ്മൾ തീർത്തിരിക്കുന്നത് ഭയങ്കര അച്ചീവ്മെന്റ് ആണ്. ഇതിന് മുമ്പുള്ള ആൾക്കാർക്ക് 5 മണിയും കഴിഞ്ഞിട്ടും അവർ തീരുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, കം ഓൺ. ഗുഡ് ഈവനിങ് മാം. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പല ഇൻസെക്ട്സിനൊക്കെ ലൈഫ് സ്പാന് വളരെ കുറവായിരിക്കും. അപ്പോൾ അവർ മൈഗ്രേറ്റ് ചെയ്യാനുള്ള ടൈമും അതൊക്കെ എങ്ങനെയായിരിക്കും? ഞാൻ മൊണാർക്ക് ബട്ടർഫ്ലൈസിനെ കുറിച്ച് പറഞ്ഞു. ഒന്നും കൂടി ഉണ്ടോ ക്വസ്റ്റ്യൻ?
എൻ്റെ സബ്ജക്റ്റ് കോമേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈഗ്രേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം കൂടുതൽ ഓപ്പർച്യൂണിറ്റി, വിദ്യാഭ്യാസത്തിന് കൂടുതൽ വരുമാനം നേടാനും അങ്ങനെയൊക്കെയാണ് പല രാജ്യങ്ങളിലേക്കും പലരും പോകുന്നത്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ഈ നാച്ചുറലായിട്ടുള്ളൊരു ഒരു ഒരു മൃഗങ്ങളോ അല്ലെങ്കിൽ പക്ഷികളോ വരുന്ന രീതിയിലുള്ള ഒരു മൈഗ്രേഷൻ അല്ലല്ലോ മനുഷ്യന്മാരിൽ നടക്കുന്നത്. കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കണം. അത് വളരെ റെസ്ട്രിക്റ്റഡ് ആണല്ലോ. നമുക്കിപ്പോൾ എല്ലാവർക്കും പിന്നെ ഒരു നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതിൻ്റെ ഒരു സ്വഭാവത്തിനനുസരിച്ച് ഒരു മനുഷ്യന് മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടെ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്ക് പോകാണ് റെസ്ട്രിക്ഷൻ ഉണ്ട്, അവിടേക്ക് പോകാണ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പം അത് വളരെ ലിമിറ്റഡ് അല്ലേ എന്നുള്ളതാണ് ചോദ്യം. അത് നമ്മൾ എന്തൊക്കെ ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറയുകയാണെങ്കിലും അതൊരു പ്രകൃതിൻ്റെ ഒരു സ്വഭാവത്തിനനുസരിച്ച് നീങ്ങാൻ മനുഷ്യന് പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ഇൻസെക്റ്റിനെ കുറിച്ചുള്ള കാര്യം പറയാം. ഞാൻ പറഞ്ഞു, മൊണാർക്ക് ബട്ടർഫ്ലൈസിൻ്റെ കേസിൽ ഏകദേശം 5000 കിലോമീറ്ററാണ് അവർ പറക്കുന്നത് കാനഡയിൽ നിന്ന് മെക്സിക്കോയിലോട്ട്. ഇപ്പോൾ പോകുന്ന വഴിയിൽ ആ ഒരു പോപ്പുലേഷന് ഏകദേശം ഒരു 8 മാസമെങ്കിലും ജീവിച്ചിരിക്കുന്നതായിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം അത് സൂപ്പർ ജനറേഷനാണ്. പക്ഷെ തിരിച്ച് പറക്കുമ്പം 5000 കിലോമീറ്റർ തിരിച്ച് പറക്കുന്ന സമയത്ത് അവർ 5 or 6 ജനറേഷനായിട്ടാണ് വരുന്നത്. അവരുടെ ഇടയിലൊക്കെ ബ്രീഡ് ചെയ്യാം. പോകുന്ന വഴിയിലൊക്കെ ബട്ടർഫ്ലൈസ് ബ്രീഡ് ചെയ്തിട്ട് അടുത്ത ജനറേഷനാണ്. അപ്പോൾ ഗ്രാൻഡ് ചിൽഡ്രൻ ആണ് തിരിച്ച് ഇവിടെ കനഡയിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ 5 or 6 ജനറേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ചെത്തുന്നത്. അപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ബ്രീഡ് ചെയ്യും. പ്രത്യേകിച്ച് മൈഗ്രേറ്ററി സ്പീഷീസ് നമ്മൾ സാധാരണ ബട്ടർഫ്ലൈസിലൊക്കെ 40-50 ദിവസമൊക്കെ വേണം ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷെ മൈഗ്രേറ്ററി സ്പീഷീസ് ആ ഒരു സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് ബ്രീഡ് ചെയ്യും. 10 ദിവസം കൊണ്ട് ബ്രീഡിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അവർ അടുത്ത സൈഡിലേക്ക് പോകും. അപ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ എന്താ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ അവർ റോഡ് സൈഡിൽ മുഴുവൻ, ഇതിൻ്റെ ഫുഡ് പ്ലാന്റ് എന്ന് പറയുന്നത് മിൽക്ക്വീഡ് പ്ലാന്റ് ആണ്. റോഡ് സൈഡിൽ മുഴുവൻ ഈ ബട്ടർഫ്ലൈസിനെ മിൽക്ക്വീഡ് പ്ലാന്റ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്നലെ ഒരു ന്യൂസ് കണ്ടു, അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു നിയമം തന്നെ അവർ പാസ്സാക്കിയിട്ടുണ്ട്. കാരണം റോഡ് സൈഡിലുള്ള പോളിനേറ്റേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മളിവിടുന്ന് കണ്ടപോലെ നമ്മൾ റോഡ് സൈഡിലുള്ള എല്ലാ ചെടികളും മുറിച്ച് കളയുന്നുണ്ട് അല്ലേ. നമ്മൾ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് കുടുംബശ്രീൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ ഇവരൊക്കെ വന്നിട്ട് സ്ഥിരമായിട്ട് നമ്മൾ റോഡിലെ കാട് എന്ന് പറഞ്ഞ് പറിച്ച് കളയുന്ന സാധനങ്ങൾ മുഴുവൻ പൂമ്പാറ്റകളുടെയൊക്കെ അല്ലെങ്കിൽ തേനീച്ചകളുടെയൊക്കെ പോളിനേറ്റേഴ്സിൻ്റെ ഒക്കെ ഫുഡ് പ്ലാന്റ് ആണ്. അപ്പോൾ അത് സംരക്ഷിക്കാൻ വേണ്ടി നിയമം പോലും വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ നമ്മളെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈൻ്റെ കാര്യം പറയുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടില്ലെങ്കിൽ മോശമെന്ന് വെച്ച് പറയുകയാണ്. നമ്മൾ ബുദ്ധ മയൂരി എന്ന് പറഞ്ഞിട്ട് ഒരു ശലഭമുണ്ട്. നിങ്ങൾ കേട്ട് നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭമാണ്. 2018 മുതൽ നമ്മളെ സംസ്ഥാന ചിത്രശലഭമായി പ്രഖ്യാപിച്ച ബുദ്ധ മയൂരി എന്ന് പറയുന്ന ബുദ്ധ പീകോക്ക് എന്ന് പറയുന്ന ബട്ടർഫ്ലൈ. ഈ ബട്ടർഫ്ലൈ മുട്ടയിടുന്ന മുള്ളിൽ എന്ന് പറയുന്ന മുള്ളു മുരിക്കുന്നൊക്കെ എന്ന് പറയുന്ന പ്ലാന്റാണ്. സാന്തോസൈലം റെഡ്സ എന്ന് പറയുന്ന പ്ലാന്റ്. ഈ പ്ലാന്റ് ഉള്ളിടത്ത് മാത്രമേ ഈ ബട്ടർഫ്ലൈ ഉണ്ടാവും. കാരണം അതിൽ മാത്രമേ അതിന് ബ്രീഡ് ചെയ്യാൻ പറ്റും. അതിൽ മാത്രം മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടാക്കി അടുത്ത ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ തെക്കൻ കേരളത്തിൽ നിന്നൊക്കെ ആ മരം നശിപ്പിച്ചു, ആൾക്കാർ മുറിച്ച് കളഞ്ഞു. തെക്കൻ കേരളത്തിൽ ഇല്ല ബട്ടർഫ്ലൈ ഇപ്പോൾ. അപ്പോൾ കേരളം മുഴുവൻ ഇതിൻ്റെ ഈ ബട്ടർഫ്ലൈ കാണണമെങ്കിൽ നമ്മൾ ഈ ചെടി എവിടെയെങ്കിലും വെച്ച് പിടിപ്പിക്കണം. ഒരു ശലഭ താര എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കൺസെപ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു നാഷണൽ ഹൈവേ പോലെ അല്ലെങ്കിൽ എല്ലാ റോഡ് സൈഡിലും ഈ മുള്ളു മുരിക്ക് നടുകയാണെങ്കിൽ ഇത്രയും ഭയങ്കര ഭംഗിയുള്ള ബട്ടർഫ്ലൈ ആണ് ബുദ്ധ പീകോക്ക്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി, മൊബൈൽ അടിച്ചു നോക്കിയാൽ ഭംഗിയുള്ള സ്പീഷീസിനെ കാണാം. നമ്മുടെ ചുറ്റുപാടിലേക്ക് നിങ്ങൾ ക്യാമ്പസിൽ ചിലപ്പം വരാം. ഇവിടെയൊക്കെ ഉണ്ട മരം അടുത്ത നമ്മുടെ ഇടനാടൻ കുന്നുകളിലേക്കുള്ള ചെടിയാണത്. അപ്പോൾ ഈ ചെടി എല്ലായിടത്തും ശലഭ താര വെച്ചാൽ എല്ലായിടത്തും ബട്ടർഫ്ലൈ പറന്ന് കളിക്കും. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടി ഇതിലൂടെ ഞാൻ പറയുകയാണ്. അവരെല്ലായിടത്തും പറന്ന് കളിക്കട്ടെ എന്ന് വേണം ആശംസിക്കാം. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടർഫ്ലൈ അല്ല, അത് കഴിഞ്ഞിട്ട് തിരിച്ച് എത്തുന്നത്. അതിന്റെ പല പല ജനറേഷൻ കഴിഞ്ഞിട്ടുള്ള ബട്ടർഫ്ലൈസ് ആയിരിക്കും തിരിച്ചെത്തുന്നത്. അതാണ് സാർ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ ഇപ്പൊ പറഞ്ഞ ഉത്തരത്തിൽ നിന്ന് തുടങ്ങാം. മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ബട്ടർഫ്ലൈ എല്ലാം തിരിച്ചെത്തുന്നത്. അതുപോലെ ഹ്യൂമൻ ബീങ്സും അതിനേക്കാൾ കൂടുതൽ ജനറേഷൻസ് എടുത്തിട്ടാണ് അവരുടെ മൈഗ്രേഷൻ നടത്തിയത് എന്നുള്ളത് വെച്ച് തുടങ്ങാം. അപ്പൊ അവിടുന്ന് സാറ് ചോദിച്ച ഒരു ചോദ്യം, ഹ്യൂമൻ ബീങ്സിന് നേച്ചറലായിട്ട് അല്ലെങ്കിൽ നേച്ചറിൽ ഉള്ളതുപോലെ ബിഹേവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ, ആനിമൽസിന് നേച്ചറിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് പോലെ. പലപ്പോഴും ഹ്യൂമൻ ബീങ്സിനെ നേച്ചറിൽ നിന്ന് ഡിഫറെന്റ് ആയ ഒരു എൻറ്റൈറ്റി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ആവാസ വ്യവസ്ഥിതി പ്രകാരം ഈ പറഞ്ഞ ആവാസ വ്യവസ്ഥയിലുള്ള വേറൊരു ഏതൊരു ആനിമലിനെ പോലെയും ഉള്ള ഒരു മെമ്പറാണ്. അപ്പം അതുപോലെയല്ല ഇപ്പൊ ഹ്യൂമൻ. അതിന് കാരണം ഹ്യൂമൻ കൾച്ചറൽ എവല്യൂഷനും ഹ്യൂമൻ സോഷ്യൽ എവല്യൂഷനും ഒക്കെയാണ് അതിന്റെ കാരണം.
കാരണം കൾച്ചറലി സോഷ്യലി ഒക്കെ ബാക്കി ആനിമൽസിനേക്കാൾ ഒരു പടി ഉയരത്തിൽ ഹ്യൂമൻ ബീങ്സ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ആനിമൽസിന്റെ മുകളിലൊക്കെ ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നത് കൊണ്ട് മനുഷ്യന്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു ചിന്തയാണ് ഞാൻ ഈ നേച്ചറിന്റെ പാർട്ടല്ല, അതുകൊണ്ടാണ് നാച്ചുറൽ ആയിട്ടല്ലേ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലപ്പോഴും വരുന്നത്. ഇതിന്റെ മെയിൻ റീസൺ നമ്മൾ ഈ നേച്ചറിന്റെ പാർട്ട് അല്ലാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഈ നേച്ചറിനെ ഒത്തിരി അധികം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആനിമൽസ് മൈഗ്രേറ്റ് ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ്. സാർ പറഞ്ഞതുപോലെ ഹ്യൂമൻ ബീങ്സ് മൈഗ്രേറ്റ് ചെയ്യുന്നത് പഠിക്കാനും ജോലി കിട്ടാനും ഒക്കെയാണ്. പക്ഷേ ഈ ആനിമൽസ് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആവശ്യം എന്താണ്? അവർക്ക് സർവൈവ് ചെയ്യാം, പ്രജനനം, അവരുടെ നമ്പർ കൂട്ടുക, റിപ്രൊഡ്യൂസ് ചെയ്യുക, പിന്നെ എക്സിസ്റ്റ് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക. ഏതൊരു ലിവിങ് ഓർഗാനിസവും അതിന്റെ പ്രൈമറി ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ പ്രൈമറി എയിം ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കും: സർവൈവൽ, റീപ്രൊഡക്ഷൻ ആൻഡ് സ്പ്രെഡിങ്. ഹ്യൂമൻ ബീങ്സും ശരിക്കും പറഞ്ഞാൽ അത് തന്നെയല്ലേ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ നമ്മുടെ സർവൈവൽ നോക്കിയല്ലേ പോകുന്നത്. ആനിമൽസ് ഫുഡ് നോക്കിയാണ് പോകുന്നതെങ്കിൽ നമ്മൾ എക്കണോമിക് സ്റ്റാറ്റസ് നോക്കിയാണ് പോകുന്നത്. ഇവിടുത്തെ ഒരു എക്കണോമിക് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ സർവൈവ് ചെയ്യാൻ, നമ്മൾ ആ നല്ല രീതിയിൽ എന്നുള്ളതിന് നമ്മൾ ഹ്യൂമൻ സോഷ്യോളജിക്കൽ എവല്യൂഷൻ പ്രകാരം നമ്മൾ കുറച്ച് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, നമ്മളൊരു സോഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. അത് ബേസ് ചെയ്ത് നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ കിട്ടാത്തത് കൊണ്ട് അത് കിട്ടുന്ന കൂടുതൽ എക്കണോമിക് ഹയർ ആയിട്ടുള്ള ഒരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഒരു ഭൂതലത്തിലേക്ക് ഹ്യൂമൻ ബീങ്സ് പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എത്തുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത്? അവിടുത്തെ കണ്ടീഷൻ അനുസരിച്ച് അവർ മാറിയാലേ അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ, അവിടേക്ക് ബെസ്റ്റ് സ്യൂട്ട് ആവണം. അതിനുവേണ്ടി നമ്മൾ ജർമ്മൻ പഠിക്കുന്നു, വേറെ ഏതൊക്കെ ലാംഗ്വേജസ് ആണ്, ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് എടുക്കുന്നു. ഇതെല്ലാം ചെയ്ത് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോയി അവിടുത്തെ കണ്ടീഷൻസിനനുസരിച്ചും വർക്കിംഗ് കൾച്ചറിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യും. അഡാപ്റ്റേഷൻ അവിടെ വരും. അഡാപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യാനും നമുക്ക് അവിടെ നിന്ന് റീപ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഒരു വംശത്തെ ആ രാജ്യത്ത് സ്പ്രെഡ് ചെയ്യാനും അവിടുത്തെ റിസോഴ്സസ് ബെറ്റർ യൂട്ടിലൈസ് ചെയ്യാനും പറ്റുള്ളൂ. ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്നതും ശരിക്കും പറഞ്ഞാൽ ആനിമൽസ് ചെയ്യുന്നത് തന്നെയാണ്. മൈഗ്രേറ്റ് ചെയ്യാനുള്ള ബേസിക് കോസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സിനും ആനിമൽസിനും ഒന്ന് തന്നെയാണ്. പക്ഷേ ഇത് നടക്കുന്നത് രണ്ട് തലങ്ങളിലൂടെയാണ്. കാരണം ഹ്യൂമൻ ബീങ്സ് ജീവിക്കുന്നത് ആനിമൽസ് ജീവിക്കുന്നത് പോലെയല്ല എന്നുള്ളൊരു ഡിഫറൻസും നമ്മൾ ഈ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ ഒത്തിരി മാറ്റി മറിക്കുന്നു എന്നുള്ളത് കൊണ്ടും നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നതാണ് നമ്മൾ ഈ എൻവയോൺമെന്റ് പാർട്ടല്ല. കാരണം നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണം എൻവയോൺമെന്റിൽ ബാക്കിയുള്ള അധികം ആനിമൽസിനും ഹാമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ സർവൈവലിനെ നമ്മൾ ത്രെറ്റൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതുപോലെ അല്ലല്ലോ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഹ്യൂമൻ ബീങ്സിനെ ഒരു എൻവയോൺമെന്റിന്റെ പാർട്ടായി കണ്ടാൽ തീരാവുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വേൾഡിലുള്ളത്. പക്ഷേ പലപ്പോഴും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇതാ പറയുന്നത്, നമ്മൾ സർവൈവ് ചെയ്യണം, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റണം, അതോടൊപ്പം വേൾഡിലെ ഓർഗാനിസത്തിനെയും സർവൈവ് ചെയ്യിക്കണം. ഉത്തരം ക്ലിയർ ആയെന്ന് തോന്നുന്നു. താങ്ക് യു അശ്വതി. അശ്വതി പറഞ്ഞതിന്റെ ബേസിക് തിങ് എന്ന് വെച്ചാൽ അനിമൽസ് മൈഗ്രേറ്റ് ചെയ്യുന്ന അവരുടെ ബേസിക് നീഡ്സ്, പ്യുവർ ബേസിക് മിനിമം നീഡ്സ്. പക്ഷെ മനുഷ്യന് അങ്ങനെയല്ല, നമ്മൾ കുറച്ച് ബുദ്ധിയുള്ളവരായിപ്പോയി. അപ്പൊ എന്താ നമ്മൾ ചെയ്യാ? നമ്മൾ അതിബുദ്ധി കാണിക്കുക ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ ഫെസിലിറ്റി, കൂടുതൽ നല്ലത് വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ത്വരയാണ് ഇപ്പോഴത്തെ ഹ്യൂമൻ മൈഗ്രേഷൻ. പക്ഷെ നമ്മുടെ പണ്ടത്തെ ഒറിജിനൽ ഹ്യൂമൻ ആഫ്രിക്കയിൽ നിന്ന് ഹ്യൂമൻസ് മൈഗ്രേറ്റ് ചെയ്ത് അതെടുക്കുകയാണെങ്കിൽ അത് ടോട്ടലി ഡിഫറെന്റ് ആണ്. അതിന്റെ റീസൺസ് ഇതൊന്നുമല്ല. അത് ശരിക്കും ഒരു ജസ്റ്റ് ലൈക്ക് എനി അതർ ആനിമൽ മൈഗ്രേറ്റ് ഫ്രം വൺ കൺട്രി ടു അനദർ. അതുപോലെയാണ് അവിടെ ഹ്യൂമൻ ബീങ്സ് മൈഗ്രേറ്റ് ചെയ്തത്. പക്ഷെ ഇപ്പോഴത്തെ ഹ്യൂമൻ ബീങ്സിന്റെ മൈഗ്രേഷൻ നമുക്ക് പണ്ടത്തെ നമ്മൾ വിഭാവനം ചെയ്യുന്ന മൈഗ്രേഷന്റെ ആ തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം അതിന്റെ റീസൺസ് വേറെയാണ്. അപ്പോ വളരെ നല്ല ഒരു സെഷൻ ആയിരുന്നു ഇതെന്ന് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇന്ന് ഓരോ ടോപ്പിക്കും പ്രസന്റ് ചെയ്ത സുമോദൻ സാറിനും ഡോക്ടർ ജാഫർ പാലോഡിനും അശ്വതി ടീച്ചർക്കും എല്ലാ നന്ദിയും ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അർപ്പിച്ചുകൊള്ളുകയാണ്. ഇവിടെ ശ്രോതാക്കളായിരുന്ന നിങ്ങൾക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന് അവസരം തന്ന സുവോളജി ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സിനും പിന്നെ കോളേജിന് മൊത്തം ആർട്സ് കോളേജിലെ ഇങ്ങനെ ഒരു സെക്കൻഡ് എഡിഷനിലെ ഇവിടെ സംവാദം വയ്ക്കുവാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഞങ്ങളെ 4 പേരെയും ഇൻവൈറ്റ് ചെയ്തതിന് ഇവരെല്ലാവരുടെയും പേരിൽ കോളേജിനോടും ഡിപ്പാർട്ട്മെന്റിനോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു.